بسم الله الرحمن الرحيم لم يكن الذين كفروا من أهل الكتاب والمشركين منفكين حتى تأتيهم البينة رسول من الله يتلو صحفا مطهرة فيها كتب قيمة وما تفرق الذين أوتوا الكتاب إلا من بعد ما جاءتهم البينة وما أمروا إلا ليعبدوا الله مخلصين له الدين حنفاء ويقيموا الصلاة ويؤتوا الزكاة وذلك دين القيمة وما أمروا إلا ليعبدوا الله مخلصين له الدين حنفاء ويقيموا الصلاة ويؤتوا الزكاة وذلك دين القيمة. بسم الله الرحمن الرحيم. الحمد لله وبه نستعين وصلى الله وسلم وبارك على نبينا محمد وعلى آله وأصحابه أجمعين. وبعد ഇന്ന് നമ്മൾ സൂറത്തുൽ ബയ്യിന, ഇതിന് മുമ്പത്തെ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ച ഏതാ സൂറത്ത് സൽസല. ഇന്ന് സൂറത്തുൽ ബയ്യിന. സൂറത്തുൽ ബയ്യിന കുറേ പേരുകളുള്ള സൂറത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സൂറത്തിന് ലം യകുനില്ലദീന കഫറു എന്നാ പറഞ്ഞത്. സൂറത്ത് ലം യകുനില്ലദീന കഫറു, അതിൻ്റെ തുടക്കം അങ്ങനെയല്ലേ? ഹദീസിൽ കാണാം, ലം യകുനില്ലദീന കഫറു എന്ന സൂറത്ത് ഇറങ്ങിയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നബിയോട് പറഞ്ഞു അത് ഉബയ്യ് ഇബ്നു കഅബിന് ഓതിക്കൊടുക്കാൻ. ഉബയ്യ് ഇബ്നു കഅബിന് ഓതിക്കൊടുക്കാൻ പറഞ്ഞു. മനസ്സിലായോ? അപ്പോൾ ലം യകുനില്ലദീന കഫറു എന്നാണ് സൂറത്തിന് പേര്. ഉബയ്യിൻ്റെ ചരിത്രം നമുക്ക് പറയാം. അതേപോലെ ഈ സൂറത്തിന് ഇപ്പോൾ സൂറത്തുൽ ബയ്യിന, അതേപോലെ സൂറത്ത് അഹ്ലുൽ കിതാബ്, സൂറത്തു അഹ്ലുൽ കിതാബ്, സൂറത്തുൽ ബരിയ, സൂറത്തുൽ ബരിയ, സൂറത്ത് ലം യകുനി, ഇത്ര മാത്രം ലം യകുനി, സൂറത്ത് ലം യകുനി ആ തുടക്കം പരിഗണിച്ചിട്ട്. അതേപോലെ സൂറത്തുൽ ഇൻഫികാക്ക്, സൂറത്തുൽ ഇൻഫികാക്ക്, അതൊക്കെ അതിന് പേരുണ്ട്. ഈ മുംഫക്കീൻ എന്നുള്ളതിൽ നിന്ന് സൂറത്തുൽ ഇൻഫികാക്ക്. അപ്പോൾ പല പേരുകളുള്ള സൂറത്താണ് സൂറത്തുൽ ബയ്യിന. സൂറത്തു ലം റഹ്മക്കല്ലാ, സൂറത്ത് ലം യകുനി, ലം യകുനില്ലദീന കഫറു, സൂറത്തുൽ ബയ്യിന, സൂറത്തുൽ ബരിയ, അതേപോലെ സൂറത്തുൽ ഇൻഫികാക്ക്, സൂറത്തുൽ ഖിയാമ. ഇതിന് സൂറത്തുൽ ഖിയാമ എന്നും പേരുണ്ട്. ഈ സൂറത്തിന് സൂറത്തുൽ ഖിയാമ വരണ്ട്, പക്ഷേ ഇതിനും സൂറത്തുൽ ഖിയാമ എന്ന് പറയും. ഈ സൂറത്തിൻ്റെ ഒരു പ്രത്യേകത അതാണ് ഞങ്ങൾ പറഞ്ഞത്. ഈ പേര് പറഞ്ഞപ്പോൾ സൂറത്ത് ലം യകുനി ഇറങ്ങിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ഈ സൂറത്ത് നിങ്ങൾ ഉബയ്യ് ഇബ്നു കഅബിന് ഓതി കൊടുക്കണം. ഉബയ്യ് ഇബ്നു കഅബ്, ഉബയ്യ് ഇബ്നു കഅബ്. ആരാ ഉബയ്യ് ഇബ്നു കഅബ്? ഇതേക്കുറിച്ച് ആർക്കും എന്തെങ്കിലും പറയാൻ പറ്റുക? അല്ല, അത് അബ്ദുല്ലാഹ് ഇബ്നു ഉബയ്യാണ്. അബ്ദുല്ലാഹ് ഇബ്നു ഉബയ്. ഇത് ഉബയ്യ് ഇബ്നു കഅബ് അൽ അൻസാരി അൽ ഖസ്റജി അൻ നജ്ജാരി, ബനു നജ്ജാർ ഗോത്രക്കാരുടെ, മദീനത്ത് ബനു നജ്ജാർ ഗോത്ര അറിയാലോ, ബനു നജ്ജാർ ഗോത്രക്കാരിലെ ഒരു മെമ്പറാണ് ഉബയ്യ് ഇബ്നു കഅബ് അൽ അൻസാരി. അദ്ദേഹം അൻസാരിയാണ്. അദ്ദേഹം ബനു ഖസ്റജ് ഗോത്രക്കാരനാണ്. ബനു നജ്ജാറിൻ്റെ ഉപഗോത്രം
ഖസ്റജിൻ്റെ ഒരു മെമ്പറാണ് ഉബയ്യ് ഇബ്നു കഅബ്. അബൂ തൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിൻ്റെ അമ്മായിയുടെ മകനാണ് ഉബയ്യ് ഇബ്നു കഅബ്. ഉബയ്യ് ഇബ്നു കഅബ് വളരെ മഹത്തുള്ളൊരു സഹാബിയാണ് ഉബയ്യ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ മഹത്വം ഈ സൂറത്തുമായി ബന്ധപ്പെട്ടാണ്. അതായത് ഈ ലം യകുനി സൂറത്ത് ഇറങ്ങിയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാണ് ഉബയ്യ് ഇബ്നു കഅബ് ഇത് ഓതിക്കൊടുക്കാൻ. ഉബയ്യ് ഇബ്നു കഅബിന് അത് ഓതിക്കൊടുക്കാൻ. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നിട്ട് പറയാണ്, റസൂലെ, അള്ളാഹു നിങ്ങളോട് ഇത് ഉബയ്യിന് ഓതിക്കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ റസൂൽ അലൈഹി സ്വലാത്തു വസ്സലാം തങ്ങൾ ഉബയ്യിനെ വിളിച്ച്, ഉബയ്യിൻ്റെ വിളിപ്പേര് അബുൽ മുൻദിർ എന്നാണ്. എന്താ വിളിപ്പേര്? അബുൽ മുൻദിർ. അബുൽ മുൻദിർ, നിങ്ങൾക്ക് ലം യകുനില്ലദീന കഫറു എന്ന സൂറത്ത് ഓതിത്തരാൻ അള്ളാഹു പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഉബയ്യ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അദ്കിർതു സം, അതായത് ഞാൻ അവിടെ അള്ളാഹുവിങ്കൽ, അള്ളാഹുവിൻ്റെ അർശിന് മുകളിൽ അള്ളാഹുവിങ്കൽ ഞാൻ പരാമർശിക്കപ്പെട്ടോ, എൻ്റെ പേര് അള്ളാഹു പറഞ്ഞോ? അപ്പോൾ റസൂലുള്ള പറയാണ് നാം, അതെ. അപ്പോൾ ഉബയ്യ് റളിയല്ലാഹു അൻഹു കരഞ്ഞു എന്നാണ്. അദ്ദേഹം കരഞ്ഞു എന്നാണ്. കാരണം നോക്കി ആ സ്ഥാനം, എത്ര സഹാബികളുണ്ട്. അപ്പോൾ ഈ സൂറത്ത് ഉബയ്യിന് ഓതി കൊടുക്കണം എന്ന് പറഞ്ഞാൽ അത് ഉബയ്യ് റളിയല്ലാഹു അൻഹുവിൻ്റെ മഹത്താണ് അറിയിക്കുന്നത്. മനസ്സിലായോ? ഈ സൂറത്ത് മദനിയാണ്. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീന കാലഘട്ടത്തിൽ അവതീർണമാണ് എന്നതിൻ്റെ തെളിവ് കൂടിയാണ് എന്ത്, ഇത് ഉബയ്യിന് ഓതി കൊടുക്കാൻ പറഞ്ഞത്. കാരണം ഉബയ്യ് റളിയല്ലാഹു അൻഹു ആരാണ്? അദ്ദേഹം അൻസാരിയാണ്. ഈ സൂറത്ത് മക്കിയത്താണോ, മക്ക കാലഘട്ടത്തിൽ അവതീർണമാണോ, അതല്ല മദീന കാലഘട്ടത്തിൽ അവതീർണമാണോ എന്നുള്ളൊരു അഭിപ്രായ വ്യത്യാസമുണ്ട്. അതിൽ മദീന കാലഘട്ടത്തിൽ അവതീർണമായ സൂറത്താണ് എന്ന് തീർപ്പ് പറഞ്ഞ പ്രാമാണികരായ പണ്ഡിതന്മാർ തെളിവ് പിടിച്ചത് ഉബയ്യിൻ്റെ ഈ സംഭവമാണ്. ഉബയ്യ് ഇബ്നു കഅബ്, അദ്ദേഹം അന്നജ്ജാരി, ബനു നജ്ജാർ ഗോത്രക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ സവിശേഷതകളിൽപ്പെട്ടതാണ് പിന്നെ അദ്ദേഹത്തിന് ഈ സൂറത്ത് ഓതി കൊടുക്കാൻ അള്ളാഹു പറഞ്ഞു എന്നുള്ളത്. അതേപോലെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉബയ്യിനോടാണ് ചോദിച്ചത്, മാഹിയ അഅ്ളമു ആയത്തിൻ ഫീ കിതാബില്ല, അള്ളാഹിൻ്റെ കിതാബിൽ ഏറ്റവും മഹത്തായ ആയത്ത് ഏതാണ്? അപ്പോൾ ഉബയ്യ് അതിന് മറുപടി പറഞ്ഞത് ആയത്തുൽ കുർസിയാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിൻ്റെ നെഞ്ചിൽ തട്ടിയിട്ട് ലിയഹ്നിക്കൽ ഇൽമു അബൽ മുൻദിർ, അദ്ദേഹത്തിന് നല്ല വിജ്ഞാനമുണ്ട്, അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തെ ആശംസിച്ചു, അദ്ദേഹത്തിന് മംഗളാശംസ നേർന്നു. അത് ഈ ഉബയ്യ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഉബയ്യ് ഇബ്നു കഅബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രത്യേകതയാണ്. അഖ്റഉകും ലി കിതാബില്ലാ ഉബയ്യ്, അള്ളാഹുവിൻ്റെ കിതാബ് നിങ്ങളിൽ ഏറ്റവും നന്നായി കൂടുതലായി ഓതുന്ന വ്യക്തി ഉബയ്യാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായോ? അതേപോലെ ഖുർആൻ പഠിക്കാൻ വേണ്ടിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചില ആളുകൾ എണ്ണി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. മുആദ് ബിൻ ജബൽ, അതേപോലെ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ്, ഇങ്ങനെ ചിലർ സാലിം മൗല അബി ഹുദൈഫ, അവരൊക്കെ എണ്ണിയപ്പോൾ ചില ടീമുകളാണ് റസൂലുള്ള ചിലർക്ക് എണ്ണി പറഞ്ഞു കൊടുത്തത്. അവരുടെ ആ ടീമുകളിലൊക്കെ ആരുണ്ട്? ഉബയ്യ് ഉണ്ട്. ഖുർആൻ പഠിക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എണ്ണി അവരുടെ ഓരോ ഗ്രൂപ്പുകളിലൊക്കെ ഉബയ്യ് റളിയല്ലാഹു തആലയുടെ പേര് കാണാൻ സാധിക്കും. ഹിജ്റയുടെ 32 അല്ലെങ്കിൽ ഹിജ്റയുടെ 30 അദ്ദേഹം മരണപ്പെട്ടത് എന്നുള്ളതാണ്. ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ ഖിലാഫത്തിൽ ഉബയ്യ് റളിയല്ലാഹു അൻഹു മരണപ്പെട്ടു. കാരണം ഉസ്മാൻ റളിയല്ലാഹു തആല വിശുദ്ധ ഖുർആനിനെ ക്രോഡീകരണം ഉദ്ദേശിച്ചപ്പോൾ ഹസ്സാൻ ഇബ്നു സാബിത്തിനോടും ഉബയ്യിനോടും കൂടിയിട്ടാണ് ഇത് ക്രോഡീകരിക്കാൻ പറഞ്ഞത്. കാരണം അതും ഉബയ്യ് റളിയല്ലാഹുവിൻ്റെ സ്ഥാനമാണ് അറിയിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ അദ്ദേഹം നിപുണനായിരുന്നു. സൂറത്തുൽ ബയ്യിന അവതരിക്കുന്നതിനുള്ള ഒരു പ്രത്യേക കാരണം പറയപ്പെട്ടിട്ടില്ല. ഒരു പ്രത്യേക കാരണം ഈ സൂറത്ത് ഇറങ്ങാൻ പറയപ്പെട്ടില്ല. പക്ഷേ പിന്നെ ബഹുദൈവ വിശ്വാസികളും അതേപോലെ വേദക്കാരുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവരുടെ വിശ്വാസ വൈകല്യങ്ങൾ, അതേപോലെ അവരുടെ പിന്നെ വ്യതിയാനങ്ങൾ, ഇതൊക്കെയാണ് ഈ സൂറത്തിൽ പരാമർശിക്കുന്നത്. ബഹുദൈവ വിശ്വാസികളുടെയും വേദക്കാരുടെയും. വേദക്കാർ മക്കത്തില്ല. വേദക്കാർ എവിടെയുള്ളത്? മദീനത്താണുള്ളത്.
വേദക്കാർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യഹൂദരും നസാറാക്കളും. എന്താണ് അല്ലാഹു സുബ്ഹാനഹു തആല ഇവിടെ പറയുന്നത്? ലം യകുനിൽ ലദീന കഫറു മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രികീന മുൻഫക്കീന ഹത്താ തഅതിയഹുമുൽ ബയ്യിന റസൂലുൻ മിനല്ലാഹി യത്ലു സുഹുഫൻ മുതഹ്ഹറ ഫീഹാ കുതുബുൻ ഖയ്യിമ. ലം യകുനിൽ ലദീന കഫറു. എന്താ ലം യകുനിൽ ലദീന കഫറു? അല്ലദീന കഫറു എന്ന് പറഞ്ഞാൽ അവിശ്വസിച്ചവർ. ലം യകുനിൽ ലദീന കഫറു, അവിശ്വസിച്ചവർ ആയിട്ടില്ല. ലം യകുൻ ആയിട്ടില്ല, അല്ലദീന കഫറു അവിശ്വസിച്ചവർ. ആരാണ് ഈ അവിശ്വസിച്ച ആളുകൾ? മിൻ അഹ്ലിൽ കിതാബ്. അഹ്ലുൽ കിതാബ് വേദത്തിൻ്റെ ആളുകൾ. വൽ മുശ്രിക്കീങ്ങൾ ബഹുദൈവ വിശ്വാസികൾ. ഈ മിൻ ഒരു സംഗതിയിൽ നിന്ന് എന്ന അർത്ഥത്തിലുള്ള മിന്നല്ല, പിന്നെയോ അത് ഈ അല്ലദീന കഫറു എന്നുള്ളതിൻ്റെ വിവരണമാണ് ഇത് എന്നറിയിക്കാനുള്ള മിന്നാണ്. അപ്പോൾ ഇവിടെ എങ്ങനെ അർത്ഥം പറയാം? അഹ്ലു കിതാബാകുന്ന മുശ്രിക്കുകളാകുന്ന അവിശ്വാസികളായിട്ടില്ല എന്നാണ്. വേദക്കാരും മുശ്രിക്കുകളുമായ അവിശ്വാസികൾ ആയിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. കാരണം ഈ മിൻ എന്നുള്ളത് ഒരു സംഗതിയിൽ നിന്ന് എന്ന അർത്ഥത്തിലല്ല, പിന്നെയോ ആ മിന്നിനെ പറയുന്ന പേര് ബയാനിയ എന്നാണ്. ഇത് എന്ത് എന്നുള്ളത് വിവരിക്കുകയാണ്. അപ്പോൾ ലം യകുനിൽ ലദീന കഫറു, അവിശ്വസിച്ചവർ ആയിട്ടില്ല. ആരാണ് അവിശ്വസിച്ചവർ? മിൻ അഹ്ലിൽ കിതാബ് വൽ മുശ്രിക്കീൻ, വേദക്കാരും മുശ്രിക്കീങ്ങളുമാണ്. എങ്ങനെയായിട്ടില്ല? മുൻഫക്കീൻ. എന്താ മുൻഫക്കീൻ? മുൻഫക്കീൻ എന്നുള്ളതിന് പല അർത്ഥങ്ങളാണ്. ഈ മുൻഫക്കീൻ എന്നുള്ളതിന് അറബി ഭാഷയിൽ പല അർത്ഥങ്ങളുള്ളത് കാരണത്താൽ ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ പല അഭിപ്രായങ്ങളാണ് മുഫസ്സിരീങ്ങൾക്ക്, പല അഭിപ്രായങ്ങൾ. അത് എത്രമാത്രം എന്ന് വെച്ചാൽ ഇമാം റാസി തഫ്സീറിൽ വിശുദ്ധ ഖുർആനിൽ വിവരിക്കാൻ ഏറ്റവും പ്രയാസകരമായ ഭാഗം ഇതാണെന്നാണ്. കോർവയിലും വിശദീകരണത്തിലും ഏറ്റവും പ്രയാസകരമായിട്ടുള്ളൊരു ഭാഗമാണ് ഇത് എന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ മുൻഫക്കീൻ എന്നുള്ളതിൻ്റെ അർത്ഥത്തിൽ അത് പല ആശയങ്ങളെ ഉൾക്കൊള്ളുന്നൊരു പദമാണ്. അതുകൊണ്ട് നമുക്കതിൽ പിന്നെ കൂടുതൽ ആഴത്തിൽ പോകണ്ട, എങ്കിലും പ്രധാനപ്പെട്ട ഭാഗം നമുക്കതിൽ പറയാം. മുൻഫക്കീൻ എന്നുള്ളതിൻ്റെ ഒരർത്ഥം മുൻതഹീൻ എന്നാണ്, വിരമിക്കുന്നവർ. മുൻതഹീൻ എന്നാണ് എന്താ? വിരമിക്കുന്നവർ. അതേപോലെ തന്നെ മുൻതഹീൻ താരിഖീൻ എന്നർത്ഥമുണ്ട്, ഉപേക്ഷിക്കുന്നവർ. അതേപോലെ തന്നെ മത്രൂക്കീൻ എന്നർത്ഥമുണ്ട്, ഉപേക്ഷിക്കപ്പെടുന്നവർ. ഇതൊക്കെ ഈ മുൻഫക്കീൻ എന്നതിൻ്റെ അർത്ഥത്തിൽ ആശയത്തിൽ വരുന്ന പദങ്ങൾ. നമുക്കല്ല അപ്പോൾ നമുക്ക് ഓരോന്നിൻ്റെ ഇപ്പം ഇത് പ്രകാരം എന്താ ഉദ്ദേശം പറയാം നോക്കിക്കോ. ലം യകുനിൽ ലദീന കഫറു മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രിക്കീൻ, വേദക്കാരും ബഹുദൈവ വിശ്വാസികളുമായ അവിശ്വാസികൾ ആയിട്ടില്ല. മുൻഫക്കീൻ വിരമിക്കുന്നവർ. ഏതിൽ നിന്ന് വിരമിക്കുന്നവർ? തങ്ങളുള്ള കുഫർ അവിശ്വാസം, ആ അവിശ്വാസത്തിൽ നിന്ന് വിരമിക്കുന്നവർ ആയിട്ടില്ല. ഹത്താ തഅതിയഹുമുൽ ബയ്യിന. എന്താ ബയ്യിനത്ത് എന്ന് പറഞ്ഞാൽ സുവ്യക്തമായ ദൃഷ്ടാന്തം. ബയ്യിനത്ത് വ്യക്തമായ ദൃഷ്ടാന്തം. ബയ്യിനത്ത് എന്ന് പറഞ്ഞാൽ അതാണ് വ്യക്തമായത്, വുദൂഹായത്, വാദിഹായത്. ഹത്താ തഅതിയഹും അവർക്ക് വന്നെത്തുന്നത് വരെ, ഹത്താ തഅതിയഹും അവർക്ക് വന്നെത്തുന്നത് വരെ. അൽ ബയ്യിന, ബയ്യിനത്ത് എന്ന് പറഞ്ഞാൽ സുവ്യക്തമായ ദൃഷ്ടാന്തം, തെളിവ്. അപ്പം എന്താ? വേദക്കാരും മുശ്രിക്കുകളുമായ അവിശ്വാസികൾ സുവ്യക്തമായ തെളിവ്
തങ്ങൾക്ക് വന്നെത്തുന്നത് വരെ കുഫറിൽ നിന്ന് വിരമിക്കുന്നവർ ആയിട്ടില്ല എന്നാണ്. അതൊന്നുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം. രണ്ടാമത്തെ അർത്ഥം താരിഖീൻ എന്നാണ്, മുൻഫക്കീൻ എന്നുള്ളതിന് ഉപേക്ഷിക്കുന്നവർ എന്നാണ്, ഉപേക്ഷിക്കുന്നവർ. അപ്പോൾ ആ അർത്ഥപ്രകാരവും ഏകദേശം ഇതേ അർത്ഥം തന്നെ. ലം യകുനിൽ ലദീന കഫറു മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രിക്കീൻ, വേദക്കാരും ബഹുദൈവ വിശ്വാസികളുമായ അവിശ്വാസികൾ ആയിട്ടില്ല. മുൻഫക്കീൻ എന്നാണ് താരിഖീൻ, ഉപേക്ഷിക്കുന്നവർ, തങ്ങളുടെ സത്യനിഷേധവും കുഫറും ഉപേക്ഷിക്കുന്നവർ ആയിട്ടില്ല. ഹത്താ തഅതിയഹുമുൽ ബയ്യിന, വ്യക്തമായ ദൃഷ്ടാന്തം അവർക്ക് വരുന്നത് വരെ. മൂന്നാമത്തെ അർത്ഥമാണ് ഇതിൽ അല്പം ഇഷ്കാൽ. കാരണം എന്താ? മത്രൂക്കീൻ എന്നാണ്, ഉപേക്ഷിക്കപ്പെടുന്നവർ എന്നാണ്. ഇവിടെ ഉപേക്ഷിക്കുന്നവർ, അവരുപേക്ഷിക്കുന്നവർ എന്നാണ്. ഇത് ഉപേക്ഷിക്കപ്പെടുന്നവർ എന്ന് പറഞ്ഞാൽ അവരെ ഉപേക്ഷിക്കപ്പെടുക എന്നാണ്. അപ്പം എന്താണ് അർത്ഥം? ലം യകുനിൽ ലദീന കഫറു മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രിക്കീൻ, വേദക്കാരും ബൗദ്ധ വിശ്വാസികളുമായ അവിശ്വാസികൾ ആയിട്ടില്ല. മുൻഫക്കീൻ, ഉപേക്ഷിക്കപ്പെടുന്നവർ. ഹത്താ തഅതിയഹുമുൽ ബയ്യിന, വ്യക്തമായ ദൃഷ്ടാന്തം അവർക്ക് എത്തുന്നത് വരെ എന്ന് പറഞ്ഞാൽ അള്ളാഹു വ്യക്തമായ ദൃഷ്ടാന്തം നൽകി അവർക്ക് ഹക്ക് ബോധ്യപ്പെടുത്തി ബാത്തിൽ വേർതിരിച്ച് മനസ്സിലാക്കി കൊടുത്ത് എന്നിട്ടല്ലാതെ അവരെന്ത് ചെയ്യില്ല, അള്ളാഹു വിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം. ഒന്നുകൂടി നമുക്കത് ഇൻഷാ അല്ലാഹ് മനസ്സിലാകും. ഇവിടെ ഇതിലെ മസാലകൾ പറയുമ്പോൾ വേദക്കാർ ആരാ? വേദക്കാർ അഹ്ലുൽ കിതാബ്. വേദം അള്ളാഹു നൽകിയവരാണ്. സബൂർ, അതേപോലെ തന്നെ തൗറാത്ത്, ഇഞ്ചീൽ, ഈ വേദങ്ങൾ നൽകിയവരാണ് അഹ്ലുൽ കിതാബ്. മുശ്രിക്കീങ്ങളോ? മുശ്രിക്കീങ്ങൾ എന്ന് പറഞ്ഞാൽ ബഹുദൈവ വിശ്വാസികൾ, ബഹുദൈവ വിശ്വാസികൾ. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വേദം നൽകപ്പെടാത്ത ഇതര ബിംബാരാധകർ, വിഗ്രഹാരാധനകൾ, ബഹുദൈവ വിശ്വാസികൾ. രണ്ടു കൂട്ടരെയും ഇവിടെ എന്താ പറഞ്ഞത്? അല്ലദീന കഫറു എന്നാണ്, അവിശ്വസിച്ചവർ എന്നാ പറഞ്ഞത്. എന്തുകൊണ്ടാണ് വേദക്കാരെ അവിശ്വസിച്ചവർ എന്ന് പറഞ്ഞത്? വേദക്കാർ അവരെന്തുകൊണ്ടാണ് അവിശ്വസിച്ചവർ എന്ന് പറഞ്ഞത്? വേദക്കാർ ആരെ വിശ്വസിക്കണില്ല? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശ്വസിക്കണില്ല, വിശുദ്ധ ഖുർആനെ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് വേദക്കാർ അവിശ്വാസികളാണ്. മുശ്രിക്കീങ്ങൾ, അവർക്ക് ശിർക്കുണ്ട്, അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂട്ടാക്കണില്ല, ഇസ്ലാമിനെ കൂട്ടാക്കണില്ല. അതുകൊണ്ട് അവരും എന്താണ്? അവരും കുഫറിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് അല്ലദീന കഫറു എന്ന് പറഞ്ഞത്. അഹ്ലുൽ കിതാബിനെ കുറിച്ചും മുശ്രിക്കീനെ കുറിച്ചും അല്ലദീന കഫറു എന്ന് പറയാൻ കാരണം അവർ കുഫറാണ്, തനി കുഫറാണ്. തയ്യബ്, വേദക്കാർ അവർ മുശ്രിക്കാണോ? വേദക്കാർ മുശ്രിക്കാണോ? എന്തിനാ ഇവിടെ മിൻ അഹ്ലിൽ കിതാബ് വൽ മുശ്രിക്കീൻ എന്ന് പറഞ്ഞ്? അഹ്ലുൽ കിതാബും മുശ്രിക്കീങ്ങളല്ലേ? അല്ലേ? എന്താണ് അഹ്ലുൽ കിതാബിൻ്റെ അടുത്തുള്ള ഷിർക്ക്? ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് അവർ പറയുന്നുണ്ട് അള്ളാഹുവിൻ്റെ മകനാണ്, അതേപോലെ തന്നെ അള്ളാഹുവിന് 3 ദൈവങ്ങളിൽ ഒന്നാണ്. ഇതൊക്കെ അവർ പറയുന്നുണ്ട്. അപ്പോൾ അവരടുത്ത് ഷിർക്കുണ്ട്. പിന്നെ എന്തിനാ ഇവിടെ അഹ്ലുൽ കിതാബ് വൽ മുശ്രിക്കീൻ എന്ന് പറഞ്ഞത്? വേദം നൽകിയിട്ടുണ്ടെങ്കിൽ അവർ ശിർക്ക് ചെയ്യുന്നവരല്ലേ? മദീനയിൽ പ്രത്യേക സാഹചര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നത്തെ ആളുകളെ കുറിച്ചാണ് പറഞ്ഞത്. അവരാണ് അള്ളാഹുവിന് മകനുണ്ട്, അള്ളാഹു 3-1, മസീഹ് അള്ളാഹ് തന്നെയാണ് എന്നൊക്കെ പറഞ്ഞവരാണ്. അത് പറയാൻ കാരണം എല്ലാ വേദക്കാരും ആരല്ല? മുശ്രിക്കുകളല്ല. എല്ലാ വേദക്കാരും മുശ്രിക്കുകളല്ല. വേദക്കാരിൽ നിന്ന് ആരാണോ മസീഹിനെ, ഈസാ നബിയെ അള്ളാഹ് എന്ന് പറഞ്ഞത്, അവർ മുശ്രിക്കാണ്. വേദക്കാരിൽ ഈസ അള്ളാഹുവിൻ്റെ മകനാണെന്ന് പറഞ്ഞവൻ മുശ്രിക്കാണ്. വേദക്കാരിൽ ട്രിനിറ്റി എന്ന് പറഞ്ഞാൽ ദൈവങ്ങൾ 3-ൽ ഒരാൾ എന്ന ആ വാദമുള്ള ആളുകളും എന്താണ്? മുശ്രിക്കുകളാണ്. പക്ഷെ എല്ലാ വേദക്കാരെ കുറിച്ചും മുശ്രിക്കെന്ന് പറയാൻ പറ്റൂല, മുശ്രിക്കെന്ന് പറയാൻ പറ്റൂല. അതിൻ്റെ അർത്ഥം വേദക്കാർ ശിർക്ക് ചെയ്യണില്ല എന്നോ വേദക്കാർക്ക് മുശ്രിക്കെന്ന് വിധി പറയാൻ പാടില്ല എന്നോ അല്ല. പിന്നെ വേദക്കാർ മൊത്തത്തിൽ മുശ്രിക്കെന്ന് പറയാൻ ഒരുവേള പറ്റിക്കൊള്ളുന്നില്ല. അതേസമയം വേദക്കാരിൽ ശിർക്ക് ചെയ്യുന്നവരുണ്ട്. അതുകൊണ്ടാണ് പിന്നെ മുസ്ലിമീങ്ങൾക്ക്
അള്ളാഹു സുബ്ഹാനഹു വ തആല വേദക്കാരുടെ പെൺമക്കളെ കല്യാണം കഴിക്കാൻ അനുവാദം നൽകിയിട്ടുണ്ട്. വേദക്കാരുടെ പെൺമക്കളെ കല്യാണം കഴിക്കാൻ അനുവാദം നൽകിയിട്ടുണ്ട്. ആ പെൺകുട്ടികൾ പതിവ്രതകളാണ് എങ്കിൽ അവരെ കല്യാണം കഴിക്കാം. പക്ഷേ ഉമർ റളിയല്ലാഹു തആല ഇതിനെതിരാണ്. ഉമർ റളിയല്ലാഹു തആല പറഞ്ഞത്, അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞിട്ട് നിങ്ങൾ മുശ്രിക്കാത്തുകളെ കെട്ടരുതെന്ന്, ബഹുദൈവ വിശ്വാസിനികളെ കെട്ടരുതെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിന് മകനുണ്ട് എന്ന് പറയുന്ന ഒരു പെണ്ണിനേക്കാൾ ശിർക്ക് പറയുന്ന പെണ്ണ് ഏതാണെന്നാ ചോദ്യം. വേദക്കാരെ പറയുന്നുണ്ടല്ലോ അള്ളാഹ്ക്ക് മകനുണ്ട് എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വേദക്കാരിയായ പെണ്ണിനേക്കാൾ ശിർക്ക് പറയുന്നവൾ വേറെ ആരാണുള്ളത്? അതുകൊണ്ട് വേദക്കാരെ കല്യാണം കഴിക്കാൻ പാടില്ല എന്ന് ഉമറിന് അഭിപ്രായമുണ്ട്. ഉമറിൻ്റെ അഭിപ്രായം അത് വിലപ്പെട്ട അഭിപ്രായമല്ല. വിലപ്പെട്ട അഭിപ്രായം എന്താണ്? അവർ പതിവ്രതകളാണെങ്കിൽ കല്യാണം കഴിക്കുക എന്നുള്ളതാണ്. പക്ഷേ അവിടെ ഉമർ പറഞ്ഞ ആ വാക്ക് കാരണം എന്താ? വേദക്കാരിൽ എന്തുണ്ട്? ശിർക്കുണ്ട്. അവർക്ക് കടുത്ത ശിർക്കുണ്ട്. അതുകൊണ്ട് തന്നെ വേദക്കാരിൽ ആരാണോ ശിർക്ക് ചെയ്യുന്നത്, ശിർക്ക് പറയുന്നത്, അവരാര് തന്നെയാണ്? അവർ മുശ്രിക്ക് തന്നെയാണ്. പക്ഷേ ആ ഒരു വിധി എല്ലാവർക്കും അവരിൽ ഇല്ല. അവരിൽ ശിർക്ക് ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർക്കാണ് ആ വിധിയുള്ളത്. അതുകൊണ്ടാണ് ഇവിടെ അഹ്ലുൽ കിതാബിനെ വേറെയും മുശ്രിക്കീനെ വേറെയും പറഞ്ഞത്. ആയത്ത് ഉണർത്തുന്നത് എന്താണ്? ആയത്ത് ഉണർത്തുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല വേദക്കാരെക്കുറിച്ചും ബഹുദൈവ വിശ്വാസികളെക്കുറിച്ചും പറയുന്നത് വ്യക്തമായ തെളിവ് വന്നെത്തുന്നത് വരെ വേദക്കാരും മുശ്രിക്കുകളുമായ അവിശ്വാസികൾ തങ്ങളുള്ള സത്യനിഷേധത്തിൽ നിന്ന് വിരമിക്കുന്നവരായിട്ടില്ല എന്നാണ്. തങ്ങളുള്ള സത്യനിഷേധത്തിൽ നിന്ന് വിരമിക്കുന്നവരായിട്ടില്ല. അവർ സത്യനിഷേധത്തിലായിരുന്നു. അവർക്ക് വിരാമം വന്നത് എപ്പോഴാണ്? ഹത്താ തഅ്തിയഹുമുൽ ബയ്യിന, വ്യക്തമായ ബയ്യിനത്ത് അവർക്ക് വന്നതിന് ശേഷമാണ്. ഇവിടെ ഈ വ്യക്തമായ ബയ്യിനത്ത് അതെന്താണ്? അത് അല്ലാഹു സുബ്ഹാനഹു വ തആല തുടർന്ന് പറഞ്ഞു തന്നു, റസൂലും മിനല്ലാഹ്. എന്താ വ്യക്തമായ ബയ്യിനത്ത്? അത് അള്ളാഹുവിൽ നിന്നുള്ള റസൂലാണ്. അപ്പോൾ ഇവിടെ അള്ളാഹുവിൽ നിന്നുള്ള റസൂലായ ബയ്യിനത്ത്, വ്യക്തമായ ദൃഷ്ടാന്തം തങ്ങൾക്ക് വന്നെത്തുന്നത് വരെ വേദക്കാരും മുശ്രിക്കീങ്ങളും അവരുള്ള കുഫറിൽ നിന്ന് വിരമിക്കുന്നവർ ആയിട്ടില്ല. അവരുടെ കുഫറിനെ കൈയൊഴിക്കുന്നവർ ആയിട്ടില്ല. അതാണ് താരിഖീൻ മുൻതഹീൻ എന്ന് പറഞ്ഞതിൻ്റെ ആ ഉദ്ദേശം. പക്ഷേ ഈ മൂന്നാമത്തെ ഈ അർത്ഥപ്രകാരം ആശയം ഇതിൽ നിന്ന് നല്ല വ്യത്യാസപ്പെടും. അതെന്താ? അവിടെ ഉദ്ദേശം അള്ളാഹുവിൽ നിന്നുള്ള ഒരു റസൂലിനെ വ്യക്തമായ ദൃഷ്ടാന്തം എന്ന നിലക്ക് വേദക്കാരിലേക്കും മുശ്രിക്കീങ്ങളിലേക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല അയച്ചുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുള്ള കുഫറിൽ നിന്നും അതേപോലെ തന്നെ അവരുള്ള സത്യനിഷേധത്തിൽ നിന്നും അവരെ വേർപ്പെടുത്തിയത് എന്നാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ ഇവിടെ ലം യകുനിൽ ലദീന കഫറു മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രിക്കീൻ, വേദക്കാരും മുശ്രിക്കീങ്ങളുമായ അവിശ്വാസികൾ അവർ ഉപേക്ഷിക്കപ്പെടുന്നവർ ആയിട്ടില്ല. ഉപേക്ഷിക്കപ്പെടുന്ന പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ ഉപേക്ഷിച്ചിട്ടില്ല എന്നർത്ഥം. അള്ളാഹു അവരെയും പരിഗണിച്ചിട്ടുണ്ട്. എങ്ങനെ പരിഗണിച്ചു? അവരിലേക്ക് അള്ളാഹുവിൽ നിന്നുള്ള ഒരു റസൂലിനെ വ്യക്തമായ ദൃഷ്ടാന്തമായിട്ട് അള്ളാഹു അയച്ചിട്ട് എന്ന് പറഞ്ഞെങ്കിൽ അള്ളാഹ്ക്കെതിരിൽ ഒരു തെളിവും അള്ളാഹുവിനെതിരിൽ ഒരു തെളിവും ആർക്ക് നിരത്താൻ കഴിയില്ല? വേദക്കാർക്കും മുശ്രിക്കീങ്ങൾക്കും നിരത്താൻ കഴിയില്ല. കാരണം എന്താ? അള്ളാഹു അവരെ വെറുതെ വിട്ടിട്ടില്ല, അള്ളാഹു അവരെ ഉപേക്ഷിച്ചിട്ടില്ല. എങ്ങനെയല്ലാതെ? തെളിവ് റസൂലായിട്ട് അള്ളാഹു നിയോഗിച്ചിട്ടല്ലാതെ എന്നർത്ഥം. ഈ മൂന്നാമത് പറഞ്ഞതിൻ്റെ ഉദ്ദേശം മനസ്സിലായോ? അതായത് വേദക്കാരെയും മുശ്രിക്കീങ്ങളെയും അള്ളാഹു സുബ്ഹാനഹു വ തആല വെറുതെ ഒരു തെളിവും നൽകാതെ ഒരു പ്രമാണവും അവതരിപ്പിക്കാതെ എന്ത് ചെയ്തിട്ടില്ല? അള്ളാഹു അവരുള്ള കുഫറിലും ശിർക്കിലും വിട്ടേച്ചിട്ടില്ല. പിന്നെയോ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ ഉപേക്ഷിച്ചിട്ടില്ല. പിന്നെ അള്ളാഹു അവരിലേക്കും എന്ത് ചെയ്തിട്ടുണ്ട്? റസൂലിനെ വ്യക്തമായ ദൃഷ്ടാന്തമായിട്ട് നിയോഗിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. വ്യക്തമായത് അവിടെ ഒരാൾക്കും പറയാൻ പറ്റൂല അള്ളാഹു ഞങ്ങൾക്ക് ഒരു തെളിവും നൽകിയിട്ടില്ല,
അള്ളാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾക്കൊരു പ്രമാണവും അവതരിപ്പിച്ചിട്ടില്ല എന്ന്. മുശ്രിക്കീങ്ങൾക്കും അള്ളാഹു വ്യക്തമായ ദൃഷ്ടാന്തം നൽകിയിട്ടുണ്ട്, വേദക്കാർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായ ദൃഷ്ടാന്തം നൽകിയിട്ടുണ്ട്. എന്താണ് വ്യക്തമായ ദൃഷ്ടാന്തം? അത് റസൂലും അള്ളാഹുവിൽ നിന്നുള്ള റസൂലാണ്. മുഫസ്സിരീങ്ങൾ വിശദീകരിച്ചു എങ്ങനെയാണ് വേദക്കാർക്ക് റസൂൽ വ്യക്തമായ ദൃഷ്ടാന്താണ്. എങ്ങനെ നമുക്ക് പറയാൻ പറ്റുക? വേദക്കാർക്ക് വ്യക്തമായ ദൃഷ്ടാന്തം അള്ളാഹു നൽകി എന്നാണ് പറയുന്നത് അല്ലേ? ആ ദൃഷ്ടാന്തം ഏതാണ്? റസൂലും മിനല്ലാഹ്. എങ്ങനെയാണ് വേദക്കാർക്ക് അള്ളാഹുവിൻ്റെ റസൂൽ വ്യക്തമായ ദൃഷ്ടാന്താകുക? അങ്ങനെ ആർക്ക് പറയാൻ പറ്റും? സ്വന്തം മക്കളെ പോലെ വേദക്കാർക്ക് ആരെക്കുറിച്ച് അറിയാം? റസൂലിനെ കുറിച്ച് അറിയാം. എന്തുകൊണ്ട്? അവരുടെ വേദത്തിൽ റസൂലിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. തൗറാത്തിലും ഇഞ്ചിയിലും ആഗതനാകാൻ പോകുന്ന ഒരു പ്രവാചകനെ കുറിച്ച് സുവിശേഷം അള്ളാഹു നൽകിയിട്ടുണ്ട്. മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വേദക്കാരെ സംബന്ധിച്ചിടത്തോളം യഅരിഫൂനഹു കമാ യഅരിഫൂന അബ്നാഅഹും, സ്വന്തം മക്കളെ അറിയുന്നത് പോലെ വേദക്കാർക്ക് ആരെ അറിയാം? റസൂലിനെ അറിയാം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന വ്യക്തിത്വം, ആ വ്യക്തിത്വത്തെക്കുറിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് അതെന്നെ എന്താണ്? ബയ്യിനത്താണ്. അത് തന്നെ എന്താണ്? ബയ്യിനത്താണ്. കണ്ണ് തെളിയിക്കുന്ന, കണ്ണ് തുറപ്പിക്കുന്ന ദൃഷ്ടാന്തമാണ് ആര്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് പിന്നെ ഹുയയ്യ് ഇബ്നു അഖ്തബ്, അതേപോലെ തന്നെ അബു യാസിർ, ഇവർ രണ്ടാളും ജൂതന്മാരാണ്, വേദക്കാരാണ്. ഹുയയ്യും അബു യാസിറും. ഇത് സഫിയ റളിയല്ലാഹു അൻഹയുടെ വാപ്പ, ഇത് സഫിയ റളിയല്ലാഹു അൻഹയുടെ വാപ്പ. രണ്ടാളും വേദക്കാരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ വന്നപ്പോൾ എല്ലാവരും റസൂലുള്ളാഹിനെ കാണാൻ വേണ്ടി പോവുകയാണ്. കാരണം എന്താ? തങ്ങൾ പ്രതീക്ഷിക്കുന്ന വ്യക്തിത്വമാണ് വേദക്കാരെ സംബന്ധിച്ചിടത്തോളം അവിടെ വന്നത്, മദീനയിൽ ഉദിച്ചത്. ഔസ് ഖസ്റജ് ഗോത്രത്തെ സംബന്ധിച്ചിടത്തോളം അവരെ ഏകറക്കുറെ എല്ലാവരും എന്ത് ചെയ്തിട്ടുണ്ട്? റസൂലുള്ളാഹിൽ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്, വിശ്വസിച്ചിട്ടുണ്ട്, റസൂലുള്ളാഹിനെ സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർ റസൂലുള്ളാഹിനെ എന്ത് ചെയ്യുന്നത്? മക്കയിൽ നിന്ന് മദീനയിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ എല്ലാവരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ പോയപ്പോൾ ജൂതന്മാരും പോയിട്ടുണ്ട്. ഹുയയ്യ് ഇബ്നു അഖ്തബ് ജൂതന്മാരിൽ ബനൂ ഖുറൈള ജൂതഗോത്രത്തിൻ്റെ നേതാവാണ്. അങ്ങനെ ഇവർ രണ്ടാളും റസൂലുള്ളാഹിനെ കാണാൻ പോയി. രാവിലെ പോയി വൈകുന്നേരമാണ് മടങ്ങുന്നത്. എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർ കാണുക മാത്രമല്ല ചെയ്തത്, മുഴുവൻ പഠിച്ചിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്? വരുന്നത്. അങ്ങനെ സഫിയ റളിയല്ലാഹു അൻഹ പറയാണ്, പോയ മട്ടിലും ഭാവത്തിലെല്ലാം തിരിച്ചു വരുന്നത്. പോകുമ്പോൾ അല്പം സന്തോഷത്തിൽ ആഹ്ലാദത്തിലാണ് പോണത്, പക്ഷേ അവർ തിരിച്ചു വരുമ്പോൾ വളരെ ദുഃഖഭാവത്തിലാണ് വരുന്നത്. അബൂ യാസിർ, എൻ്റെ എളാപ്പ, സഫിയ റളിയല്ലാഹു അൻഹ പറയാണ്, എളാപ്പ അബൂ യാസിർ വാപ്പനോട് ചോദിക്കുകയാണ്, ആ ഹൂ എന്ന് പറഞ്ഞാൽ എന്താ? അത് തന്നെയാണോ ഇയാൾ എന്നാണ്. എന്താ അത് തന്നെയാണോ ഇയാൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന, നമ്മൾ പഠിച്ച പ്രവാചകൻ തന്നെയാണോ ഈ വന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പം എന്താ ഹുയയ്യ് പറയുന്നത്? നാം ഹു എന്നാണ്. അത് തന്നെയാണ് ഈ വന്നത് എന്ന് പറയുന്നത്. അപ്പോൾ നോക്കി നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്ന ആ വ്യക്തിത്വം അതെന്താണ്? കണ്ണിൽ കാണുന്നവർക്ക് ബയ്യിനത്താണ്, തെളിഞ്ഞ ദൃഷ്ടാന്താണ്. അതുകൊണ്ടാണ് ഈ സെയ്ദ് ഇബ്നു സാന എന്ന് പറഞ്ഞിട്ട് മദീനയിൽ ഒരു ജൂത പുരോഹിതൻ ഉണ്ടായിരുന്നു. സെയ്ദ് ഇബ്നു സാന അദ്ദേഹം ജൂത പുരോഹിതനാണ്. അദ്ദേഹം പറയാണ്, മുഹമ്മദിനെ ഒരു നോക്ക് കണ്ട മാത്രയിൽ, മുഹമ്മദിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു നോക്ക് കണ്ട മാത്രയിൽ ഞാൻ മുഹമ്മദ് പ്രവാചകനാണെന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. ജൂത പുരോഹിതൻ പറയാണ്. എന്നിട്ട് സെയ്ദ് ഇബ്നു സാന പറയാണ്, രണ്ട് കാര്യം കൂടി മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ആ ചാർട്ട് പൂർണ്ണമായി, എൻ്റെ മനസ്സിൻ്റെ ആ ഉദ്ദേശം പൂർണ്ണമായി. രണ്ട് കാര്യങ്ങൾ. ഒന്ന്, പിന്നെ ദേഷ്യം പിടിക്കുമ്പോൾ അദ്ദേഹത്തിൽ വിവേകമാണോ വികാരമാണോ മികച്ചു നിൽക്കുക? വികാരവും വിവേകവും സമ്മിശ്രമായി പെരുമാറേണ്ട ഒരു സാഹചര്യത്തിൽ വിവേകമാണോ മികച്ചു നിൽക്കുക, അതല്ല വികാരമാണോ മികച്ചു നിൽക്കുക, അതറിയണം. പിന്നെ അവിവേകികളുടെ പ്രവർത്തനം
മുഹമ്മദിനെ വിവേകിയാക്കി മാറ്റുമോ അതല്ല വികാരത്തിൻ്റെ അടിമയാക്കുമോ? ഇതാണ് ഇനി ആർക്കറിയാൻ ബാക്കിയുള്ളത്? സെയ്ദിന് അറിയാൻ ബാക്കിയുള്ളത്. എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ വായിച്ചു. 2 സ്വഭാവം കൂടി അറിയാനുള്ളൂ. ഒന്ന്, മുഹമ്മദിൽ വികാരമാണോ വിവേകമാണോ മികച്ചു നിൽക്കുക? രണ്ടാമത്തേത്, ഒരു അവിവേകി മുഹമ്മദിനോട് അവിവേകം പ്രവർത്തിക്കുമ്പോൾ മുഹമ്മദിനെ ഭരിക്കുക വിവേകമാണോ അതല്ല വികാരമാണോ? ഇതറിയേണ്ടത്. എന്നിട്ട് ഈ സെയ്ദ് ഇബ്നു സഅനാണ് ഇപ്പോൾ എന്ത് ചെയ്യാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പിന്നെ ഇത് കടം കൊടുത്ത സംഭവം ഉണ്ടല്ലോ, കടം കൊടുത്ത്, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ഒരാൾ ഓടി വന്നിട്ട് പറയാണ്, ഇയാൾ എന്ത് ചെയ്യുന്നറിയോ, എപ്പോഴും നബി ഒന്ന് അളക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വന്ന് കൂടും. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോഴൊക്കെ അവിടെയൊക്കെ മൂപ്പരുണ്ടാവും. കാരണം എന്താ, അദ്ദേഹം നബിയെ വായിക്കുകയാണ്. അപ്പോൾ ഒരിക്കൽ ഒരു വേദിയിൽ സഹാബികളൊക്കെ ഉണ്ട്, ഈ ചങ്ങാതി ഈ സെയ്ദ് ഇബ്നു സഅനയുണ്ട്. അപ്പോൾ ഒരു മുസ്ലിമായ ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഞങ്ങളുടെ ഗ്രാമത്തിൽ വലിയ പട്ടിണിയാണ്, ആളുകൾക്കൊക്കെ ഭയങ്കര പ്രശ്നമാണ്, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, സഹായിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്നിട്ട് പറഞ്ഞു. അപ്പോൾ നബിയുടെ ഒക്കെ എടുക്കൽ അപ്പം ഒന്നും എടുത്ത് കൊടുക്കാനില്ല. അപ്പോൾ ഇയാൾ ഇടപെട്ട് ഉടനെ എന്നിട്ട് പറഞ്ഞ്, ഞാൻ സഹായിക്കാം എന്ന് പറഞ്ഞു, എനിക്ക് പിന്നെ തന്നാൽ മതി പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സഹായം വാങ്ങി. ആ സഹായം കൊടുത്തപ്പോൾ ഇയാൾ ഡേറ്റ് വെച്ച്, ഇന്ന ഡേറ്റിൽ തന്നാൽ മതി, മനസ്സിലായില്ലേ? അങ്ങനെ ആ ഡേറ്റ് സെയ്ദ് ഇബ്നു സഅനക്ക് ഇത് തിരിച്ചു നൽകേണ്ട, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടബാധ്യത തിരിച്ചു നൽകേണ്ട ഒരു ടൈം വെച്ച്. ആ ടൈം ആകുന്നതിൻ്റെ നാളുകൾക്ക് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബികളോടൊത്ത് ഒരു മയ്യത്ത് മറമാടാൻ വേണ്ടിയിട്ട്, ഒരു സഹാബി മരിച്ചു, അയാളെ മറമാടാൻ വേണ്ടിയിട്ട് ബഖീ ഖബർസ്ഥാനിലാണ്. അബൂബക്കറുണ്ട്, ഉമറുണ്ട്, എല്ലാവരും. ആ ഖബർസ്ഥാനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ ചെന്നപ്പോൾ ഖബർ ഒരുങ്ങിയിട്ടില്ല. അപ്പോൾ അത് റെഡി ആയിക്കൊണ്ടിരിക്കുക. അപ്പോൾ റസൂൽ അവിടെ സഹാബത്തിനോടൊപ്പം നിൽക്കുമ്പോൾ ഈ സെയ്ദ് ഇബ്നു സഅന ഓടി വന്നിട്ട് അയാൾ പറയണത് എന്താണെന്ന് വെച്ചാൽ, മുഹമ്മദ്, നിങ്ങൾ അബ്ദുൽ മുത്തലിബിൻ്റെ മക്കളൊക്കെ കടമടപാടിൽ എന്താണ് പിന്നെ അത് വീട്ടുന്നതിൽ ശുഷ്കാന്തിയില്ല, അമാന്തിക്കുന്നവരാണ്. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ ജുബ്ബ, ഈ വസ്ത്രം ഉണ്ടല്ലോ, അത് മൂപ്പര് വലിച്ചു പിടിച്ചിട്ടാണ് വിട്ട്, വളരെ കാർക്കശ്യത്തിൽ പെരുമാറി. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സെയ്ദ്, നിങ്ങൾക്ക് വീട്ടേണ്ട ടൈം ആയിട്ടില്ല, നമ്മൾ കടം വീട്ടാൻ ടൈം പറഞ്ഞിട്ടല്ലോ, അതായിട്ടില്ലല്ലോ. അപ്പോഴും അദ്ദേഹം പറഞ്ഞില്ല, നിങ്ങൾ അബ്ദുൽ മുത്തലിബിൻ്റെ മക്കളൊക്കെ കടം വീട്ടുന്നതിൽ വലിയ പിന്നെ ലുബ്ധന്മാരാണ്, അല്ലെങ്കിൽ അമാന്തിക്കുന്നവരാണെന്ന് പറഞ്ഞു. അപ്പോൾ ഉമർ എടുത്തുണ്ട്. ഉമറിൻ്റെ കോപം ഇളകി, ദേഷ്യം ഇളകി, ഉമറിൻ്റെ കണ്ണുകൾ മുഖത്തിങ്ങനെ ആകാശഗോളം കറങ്ങണത് പോലെ കറങ്ങാൻ തുടങ്ങിയതാണ് ദേഷ്യത്തിൽ. മാത്രമല്ല ഉമർ പറഞ്ഞ്, ഈ പിന്നെ ചെങ്ങാതിനെ വിട്ടുതരാൻ ഞാൻ അവൻ്റെ പെരടി വെട്ടാം എന്ന് റസൂലുള്ളാഹിനോട് പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമറിനോട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഉമറെ, നിങ്ങളുടെ ഈ വികാര പെരുമാറ്റമല്ല ഇവിടെ വേണ്ടത്, എന്നോട് നല്ല രീതിയിൽ കടം വീട്ടാൻ നിങ്ങൾ പറയുക, അദ്ദേഹത്തോട് മാന്യമായ രീതിയിൽ കടം ചിരിച്ചു ചോദിക്കാൻ പറയുകയാണ് നിങ്ങൾ വേണ്ടത് എന്ന് ഉമറിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഉമറിനോട് തന്നെ പറഞ്ഞ്, നിങ്ങൾ എന്ത് ചെയ്യണം, അയാൾ തന്ന കടം അത് വീട്ടാൻ ഉമറിനോട് പറഞ്ഞു, അയാളുടെ കൂടെ പോയിട്ട് വീട്ടാൻ പറഞ്ഞു. അപ്പോൾ അതൊരു നോക്കിയത് ഉമറാണ്, മനസ്സിലായി? ഉമർ പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു എന്നതുകൊണ്ട് മാത്രം ഞാൻ അയാളുടെ കൂടെ പോയി അയാളുടെ കടം വീട്ടി. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമറിനോട് പറഞ്ഞിരുന്നു, കടം വീട്ടുമ്പോൾ അയാൾക്ക് കൂടുതൽ കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഉമറിന് അതന്നെ കൊടുക്കാൻ, അപ്പോൾ കാരണം ഡേറ്റ് ഇനിയുണ്ട് ബാക്കി. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആജ്ഞാപിച്ചത് കാരണത്താൽ ആ കൂടുതൽ കൊടുക്കാനും കൊടുത്തു. അപ്പോൾ സെയ്ദ് ഇബ്നു സഅന ചോദിക്കണം, എന്തിനാ ഈ കൂടുതൽ, ഇത് ഞാൻ തന്നിട്ടില്ലല്ലോ. അത് അപ്പോൾ ഉമർ പറയാണ്, അത് ഞാൻ നിങ്ങളോട് ദേഷ്യപ്പെട്ടതിന് നിങ്ങൾക്ക് കൂടുതൽ തരാൻ വേണ്ടിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. അപ്പോൾ അവിടെ വെച്ച് ഈ സെയ്ദ് ഇബ്നു സഅന പറഞ്ഞത്, റദീതു ബില്ലാഹി റബ്ബ വബിൽ ഇസ്ലാമി ദീന വബി മുഹമ്മദിൻ നബിയ, അള്ളാഹുവിനെ റബ്ബായി, ഇസ്ലാമിനെ ദീനായി, മുഹമ്മദിനെ നബിയായി ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ഉമറിനോട് പറഞ്ഞു, ഉമറെ, ഞാൻ ഈ പെരുമാറ്റങ്ങളൊക്കെ നടത്തിയത് പിന്നെ എന്തിനു വേണ്ടി, മുഹമ്മദിനെ ഒരു നോക്ക് കണ്ട മാത്രയിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം സത്യപ്രവാചകനായി ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിൽ വികാരമാണോ അതല്ല വിവേകമാണോ മികച്ചു നിൽക്കുക, ഒരു അവിവേകിയുടെ പെരുമാറ്റം അദ്ദേഹത്തെ വികാരഭരിതനാക്കുമോ അതല്ല കൂടുതൽ വിവേകിയാക്കുമോ, ഇതാണ് തിരിച്ചറിയാനുള്ളത്. അത് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു. അങ്ങനെ ബഖീഉൽ ഖർഖദിലേക്ക് വീണ്ടും
ഉമറിനോടൊപ്പം വന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് ഈ സെയ്ദ് ബിൻ സഅന ഇസ്ലാം സ്വീകരിക്കുകയാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്നക റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുകയാണ് ചെയ്തത്. ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് അള്ളാഹു പറഞ്ഞത് എന്താ? അൽ ബയ്യീന എന്നാണ്. അൽ ബയ്യീന എന്ന് പറഞ്ഞാൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താണ്? വ്യക്തമായ, കണ്ണിൽ തെളിയുന്ന, കണ്ണ് തുറപ്പിക്കുന്ന ദൃഷ്ടാന്താണ്. ആരെ സംബന്ധിച്ചിടത്തോളം? അഹ്ലി കിതാബിനെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ടാണ് അബ്ദുല്ലാഹി ഇബ്നു സലാം പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സലാം അറിയാൻ വേണ്ടിയിട്ട് അബ്ദുല്ലാഹി ഇബ്നു സലാം എന്നപ്പോൾ പറഞ്ഞത് വല്ലാഹി ഇന്ന ഹാദാ ലൈസ ബിവജിഹി കദ്ദാബ്. എന്താ? അള്ളാഹുവാണ് സത്യം, ഇതൊരു വ്യാജവാദിയുടെ മുഖമല്ല. റസൂലുള്ളാഹി ഒറ്റ നോക്ക് കണ്ടപ്പോൾ അറിയണം. അബ്ദുല്ലാഹി ഇബ്നു സലാം ഇതേപോലെ ജൂതന്മാരുടെ നേതാവാണ് മദീനയിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ വന്നു. അബ്ദുല്ലാഹി ഇബ്നു സലാം പറയാണ് വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അയ്യുഹന്നാസ് അത്ഇമു തആം വഅഫ്ശു സലാം വസല്ലു ബില്ലൈൽ വന്നാസു നിയാം എന്നൊക്കെ പറഞ്ഞ് റസൂലുള്ളാഹി വന്നപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു സലാം വന്നിട്ട് പറയാണ്, നബിയുടെ മുഖത്തേക്ക് ഞാൻ നോക്കി. എന്നിട്ട് അദ്ദേഹം പറയാണ് ഒരിക്കലും ഇതൊരു കദ്ദാബിൻ്റെ, കാരണം മക്കക്കാരൊക്കെ പറഞ്ഞു വരുത്തിയത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വ്യാജവാദിയാണ്, കളവ് പറയുന്നവനാണ്. വല്ലാഹി ലൈസ ഹാദാ ബിവജിഹി കദ്ദാബ്, ഇതൊരിക്കലും ഒരു വ്യാജവാദിയുടെ മുഖമല്ല എന്ന് നബിയുടെ മുഖം വായിച്ചിട്ട് ആര് പറഞ്ഞു എന്നാണ്? അബ്ദുല്ലാഹി ഇബ്നു സലാം പറഞ്ഞു എന്നാണ്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ഷഖ്സിയത്ത്, വ്യക്തിത്വം. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുൻ മിൻ അല്ലാഹ് എന്ന് പറയുന്ന മുമ്പ് എന്ത് പറഞ്ഞത്? അൽ ബയ്യീന എന്ന് പറഞ്ഞത്. തയ്യിബ്. മുശ്രിക്കീങ്ങളെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെ ബയ്യീനത്ത്? എങ്ങനെ ബയ്യീനത്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുശ്രിക്കീങ്ങൾക്ക് ആരാണ്? ബയ്യീനത്താണ്. ബയ്യീനത്താണ്. കാരണം എന്താ? വേദക്കാരും മുശ്രിക്കുകളുമായ അവിശ്വാസികൾ, തങ്ങളുള്ള കുഫർ ഉപേക്ഷിക്കുന്നവർ, അതിൽ നിന്ന് വിരമിക്കുന്നവർ ആയിട്ടില്ല. ബയ്യീനത്ത് അവർക്ക് വന്നെത്തുന്നത് വരെ എന്നാണ്. ബയ്യീനത്ത് അവർക്ക് വന്നെത്തുന്നത് വരെ എന്നാണ്. അല്ലെങ്കിൽ അവരെ അള്ളാഹു ഉപേക്ഷിച്ചിട്ടില്ല, അവർക്ക് വ്യക്തമായ ബയ്യീനത്ത് അള്ളാഹു നൽകുന്നത് വരെ, എത്തിക്കുന്നത് വരെ എന്നാണ്. അല്ലേ? അതാണ് ഈ മത്രൂക്കീൻ എന്നുള്ള അർത്ഥം. അള്ളാഹു അവരെ ഉപേക്ഷിച്ചിട്ടില്ല എന്നർത്ഥം മത്രൂക്കീൻ എന്ന് പറയുമ്പോൾ. മുൻതഹീൻ താരിഖ് എന്നുള്ള അർത്ഥം പറയുമ്പോഴോ അവർ വിരമിച്ചിട്ടില്ല, അവർ ഉപേക്ഷിച്ചിട്ടില്ല തങ്ങളുടെ കുഫറിനെ, ശിർക്കിനെ എന്നാണ്. തയ്യിബ്. മുശ്രിക്കീങ്ങൾക്ക് എങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അൽ ബയ്യീനത്ത്? എങ്ങനെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചത് എവിടെയാണ്? മക്കയിലാണ്. മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ച കാലഘട്ടത്തിൽ മക്കക്കാരെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് അവർക്ക് നന്നായിട്ട് അറിയാം. അവർക്ക് നന്നായിട്ട് അറിയാം. 4-ാമത്തെ വയസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹലീമ സഅദിയയുടെ മുല കുടിച്ചുകൊണ്ട് സഅദിയയിലാണ്. സഅദിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മക്കയുടെ ഓരത്തുള്ള ഒരു പ്രദേശമാണ് സഅദിയ. സഅദിയയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 4-ാമത്തെ വയസ്സിൽ മുലയൂട്ടപ്പെടുന്ന കാലഘട്ടത്തിൽ മലക്കുകൾ വരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നെഞ്ചു പിളർന്ന സംഭവം. അതിന് കുറേ കുട്ടികൾ സാക്ഷിയാണ്. അതിന് റസൂലുള്ള കുട്ടികളോടൊത്ത് കളിച്ചു കൊണ്ടിരിക്കുകയാണ്. 2 പേർ വാനത്ത് നിന്ന് ഇറങ്ങി വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കിടത്തി നെഞ്ചു പിളർത്തിയത് കുട്ടികൾ കണ്ട് പാഞ്ഞു എന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഹലീമ സഅദിയയോട് പറയുന്നത് രംഗം. പക്ഷേ ഹലീമ സഅദിയ എത്തുന്നതിന് മുമ്പായിട്ട് മലക്കുകൾ തങ്ങളുടെ ദൗത്യം നിർവഹിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുന്നേറ്റു. അതിനെ തുടർന്നാണ് ഹലീമ സഅദിയ കുട്ടീനെ എടുക്കുക നൽകുന്നത്. പിന്നെ ആമിന ഉമ്മയുടെ അടുക്കലേക്ക് മക്കയത്തേക്ക് നൽകുന്നത്. മനസ്സിലല്ലേ? ഈ സംഭവം അറിയുന്നവർ മക്കത്തുണ്ട്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശൈശവവും അതേപോലെ തന്നെ നബിയുടെ ബാല്യവും പിന്നെ യൗവനവും അതെവിടെയാണ്? 40 വയസ്സ് വരെ മക്കയിലാണ്. ആ മക്ക കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ അൽ അമീനാണ്, വിശ്വസ്തനാണ്. മനസ്സിലായി? മാ ജറബ്ന അലൈഹി കദിബൻ ഖത്ത് എന്ന് അള്ളാഹുവിൽ സത്യം ചെയ്ത് പറഞ്ഞതാരാ? വല്ലാഹി അള്ളാഹുവാണ് സത്യം. മാ ജറബ്ന അലൈഹി മുഹമ്മദിൽ ഞങ്ങൾ അറിഞ്ഞിട്ടില്ല കദിബൻ ഒരു കളവ് പോലും, ഖത്ത് ഒരിക്കലും എന്നാണ് പറഞ്ഞത്. ഇതാരാ പറഞ്ഞത്? അബൂജഹലാ പറഞ്ഞത്. അബൂജഹൽ. അതായത് അബൂജഹൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ദ്രോഹിക്കുന്നതിൻ്റെ ഊക്കുകൂട്ടി. അപ്പോൾ അബൂജഹലാണ് പെരുമാറ്റം വളരെ മോശമാക്കിയാണ് ഓരോ ദിനം പ്രതി. എപ്പോൾ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബി ആയതിനു ശേഷം. അപ്പോൾ അബൂജഹലിൻ്റെ തന്നെ സഹോദരിയുടെ പുത്രൻ മിസ്വർ ഇബ്നു മഖ്റമ, മിസ്വർ അബൂജഹലിനോട് പറയാണ്, അമ്മാവ
40 വയസ്സ് വരെ മുഹമ്മദ് നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടില്ലേ? 40 വയസ്സ് വരെ നിങ്ങൾക്കിടയിൽ മുഹമ്മദ് ഉണ്ടായിട്ടില്ലേ? ഇപ്പം നിങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നു അദ്ദേഹം കെദാബാണ്, വ്യാജവാദിയാണ്, അതേപോലെ തന്നെ സാഹിറാണ്, ഷായിറാണ്, മജ്നൂനാണ് നിങ്ങൾ പറയുന്നത്, ഭ്രാന്തനാണെന്നൊക്കെ പറയുന്നത്. 40 വയസ്സിന് ഇപ്പുറമാണ് നിങ്ങളിത് പറയുന്നത്. 40 വയസ്സ് വരെ ഈ മുഹമ്മദ് നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നില്ലേ? എന്താണ് നിങ്ങൾ മുഹമ്മദിനെ കുറിച്ച് പറയാനുണ്ടായിരുന്നത് ആ 40 വർഷ കാലഘട്ടം? അപ്പോഴാണ് അബൂജഹൽ പറയുന്നത്, യബ്ന ഉഖ്തി, മരുമകനെ, വല്ലാഹി ഇന്ന മുഹമ്മദൻ ഖാന ഫീന, മുഹമ്മദ് ഞങ്ങൾക്കിടയിലായിരുന്നു. വഹുവ യുദ്അൽ അമീൻ, മുഹമ്മദ് വിളിക്കപ്പെട്ടിരുന്നത് അൽ അമീൻ എന്നാണ്, വിശ്വസ്തൻ എന്നാണ്. മാ ജറബ്ന അലൈഹി കദിബൻ ഖത്ത്, ഒരിക്കലും ഒരു കളവ് മുഹമ്മദിൽ നിന്ന് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല എന്നാണ്. അപ്പം മിസ്വർ ചോദിക്കണം, പിന്നെ എന്തിനാണ് അപ്പോൾ ഇത് പറഞ്ഞിട്ട് നിങ്ങൾ അദ്ദേഹത്തെ ആക്രമിക്കുന്നത്? അപ്പോൾ അബൂജഹലിൻ്റെ അഹങ്കാരം പിന്നെ തുടർത്തി പറയുകയാണ് ചെയ്തത്. അത് പിന്നെ ബനു ഹാഷിമും ബനു മഖ്സൂമും തമ്മിലുള്ള ഈ ഗോത്ര പെരുമയിൽ പിന്നെ അബൂജഹൽ പറയാണ്, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബാരാ ബനു ഹാഷിം, അബൂജഹലിൻ്റെ കുടുംബം ഏതാ? ബനു മഖ്സൂം. അപ്പോൾ അദ്ദേഹം അബൂജഹൽ പറയാണ്, ദുഷ്ടൻ അബൂജഹൽ പറയാണ്, ഞങ്ങൾ ബനു മഖ്സൂമും ബനു ഹാഷിമും ഞങ്ങൾ പിന്നെ ഈ പെരുമയ്ക്ക് വേണ്ടിയിട്ടുള്ള പുണ്യപ്രവൃത്തികൾ, പേരെടുക്കാനുള്ള പ്രവൃത്തികൾ, അതിൽ മത്സരിച്ച് ഓടുന്ന 2 കുതിരകളെ പോലെയായിരുന്നു. കുന്നക്ക ഫറസൈ റിഹാൻ എന്നാണ്, മത്സരിച്ച് ഓടുന്ന 2 കുതിരകളെ പോലെ ഒരേ സ്പീഡിൽ ഞങ്ങൾ എന്ത് ചെയ്യാണ്? ഞങ്ങൾ പുണ്യപ്രവൃത്തികൾ ചെയ്യാണ്. അവർ ഭക്ഷണം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത്ര എണ്ണ ആളുകൾക്ക് ഞങ്ങൾ ഭക്ഷണം കൊടുക്കും. അവർ ഹാജിമാരെ പിന്നെ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളും സ്വീകരിക്കും. അവർ അഗതികൾക്ക് പിന്നെ ശരണം നൽകി ഇത് പിന്നെ സഹായം നൽകിയിട്ട് ഞങ്ങളും സഹായം നൽകും. ഇങ്ങനെയാണ് ഞങ്ങൾ, എത്രയാണോ അവർ അത്ര ഞങ്ങളിങ്ങനെ ഒന്നിച്ചു പോവുകയാണ്. അപ്പോഴാണ് അവർ പറയുന്നത്, ഫീന നബി, ഞങ്ങളിൽ ഇതാ ഒരു നബി വന്നിരിക്കുന്നു. അപ്പോൾ ആ നബിനെ ഞങ്ങൾ സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എന്നാ ഒരു നബി വരിക? ബനു മഖ്സൂം ബനു ഹാഷിമിൽ വന്ന നബിയെ സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അവരോട് കിടക്കാൻ ഇവർക്ക് എപ്പോഴാണ് ഒരു നബി വരിക? ഉണ്ടാവുക? അതുകൊണ്ട് സമ്മതിക്കണ പ്രശ്നമല്ല എന്നാണ് അബൂജഹൽ പറഞ്ഞത്. ഞാൻ പറഞ്ഞു വരുന്നത്, അബൂജഹൽ ഈ അഹങ്കരിച്ചുള്ള ഈ വർത്തമാനം പറയുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 40 വയസ്സ് വരെ റസൂൽ എവിടെ ഉണ്ടായിരുന്നു? മക്കയിലുണ്ടായിരുന്നു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്കൊരു ബയ്യിനത്താണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് ഒരു ബയ്യിനത്താണ്. അതുകൊണ്ടാണ് നബിയെ വിശ്വസിച്ച ആളുകളൊക്കെ ഉണ്ടല്ലോ, എങ്ങനെ വിശ്വസിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കളവ് പറയില്ല. അവർക്ക് നീണ്ട 40 വർഷത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം അവരുടെ മുമ്പിലുണ്ട്, മനസ്സിലല്ലേ? അതവർക്ക് കൺ തുറക്കുന്ന ദൃഷ്ടാന്തമായിരുന്നു. ഏതായാലും ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറഞ്ഞത് എന്താണ്? അൽ ബയ്യിനത്ത് എന്നാണ്. അൽ ബയ്യിനത്ത് ആർക്ക് ബയ്യിനത്ത്? വേദക്കാർക്ക് ബയ്യിനത്ത്, മുശ്രിക്കീങ്ങൾക്ക് ബയ്യിനത്ത്. അതെങ്ങനെയാണ് ആ ബയ്യിനത്ത്? അത് മനസ്സിലാക്കാനാണ് ചില ഉദാഹരണങ്ങൾ ഇവിടെ ഞാൻ പറഞ്ഞത്. തയ്യം ഇനി ഒന്നുകൂടി നമുക്ക് ഈ ആയത്ത് മനസ്സിലാക്കാം. അള്ളാഹുവിൽ നിന്നുള്ള റസൂൽ, ആ റസൂലാകുന്ന ബയ്യിനത്ത് തങ്ങൾക്ക് എത്തുന്നത് വരെ വേദക്കാരും മുശ്രിക്കുകളുമായ അവിശ്വാസികൾ തങ്ങളുള്ള കുഫർ, തങ്ങളുള്ള അവിശ്വാസം, അതിൽ നിന്ന് വിരമിക്കുന്നവരോ അത് ഉപേക്ഷിക്കുന്നവരോ ആയിട്ടില്ല. റസൂൽ വന്നതിന് ശേഷമാണ് എന്ത് ചെയ്തത്? അവർ അവരുടെ കുഫറിനെ ഒഴിവാക്കിയത്, അതിൽ നിന്ന് അവർ വിരമിച്ചത്. അതാണ് അതിൻ്റെ അർത്ഥം. ഈ അർത്ഥപ്രകാരം അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലാകുന്ന ബയ്യിനത്തിനെ നൽകി വേദക്കാർക്കും ബൗദ്ധ വിശ്വാസികൾക്കും തൻ്റെ ഹുജ്ജത്ത്, ന്യായം, പ്രമാണം, രേഖ സ്ഥാപിച്ചിട്ടുണ്ട്. അള്ളാഹു എന്ത് ചെയ്തില്ല? അവരെ വെറുതെ വിട്ടിട്ടില്ല എന്നർത്ഥം. ലം യകുനില്ലദീന കഫറു മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രിക്കീൻ, വേദക്കാരും മുശ്രിക്കീങ്ങളുമാകുന്ന അവിശ്വാസികൾ അവർ ഉപേക്ഷിക്കപ്പെട്ടിട്ടില്ല. തങ്ങളുള്ള കുഫറിൽ, ഷിർക്കിൽ അവർ ഉപേക്ഷിക്കപ്പെട്ടിട്ടില്ല. എങ്ങനെ? അള്ളാഹു ഒരു പ്രമാണവും നൽകാതെ, ഒരു ന്യായവും നൽകാതെ. ഹത്താ തഅതിയഹുമുൽ ബയ്യിന റസൂലുൻ മിൻ അല്ലാഹ്, അള്ളാഹുവിൽ നിന്നുള്ള റസൂലാകുന്ന വ്യക്തമായ പ്രമാണം അള്ളാഹു അവർക്കും എന്ത് ചെയ്തിട്ടുണ്ട്? നൽകിയിട്ടുണ്ട്. അള്ളാഹു അവർക്ക് ഹുജ്ജത്ത് സ്ഥാപിച്ചിട്ടുണ്ട് എന്നർത്ഥം. ആ പറയപ്പെട്ട ആശയം മനസ്സിലായ? ആയത്ത് മനസ്സിലായോ?
ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രത്യേകതയാണ്. റസൂലും മിൻ അല്ലാഹ്. റസൂൽ എവിടുന്ന? അള്ളാഹുവിൽ നിന്നുള്ള റസൂലാണ്. അള്ളാഹു നിയോഗിച്ച റസൂലാണ്. റസൂൽ നനം മുർസൽ, നിയോഗിക്കപ്പെട്ടവൻ. ആ റസൂലിൻ്റെ പ്രത്യേകത യത്ലു, റസൂലുള്ള ഓതുന്നു, പാരായണം ചെയ്യുന്നു. സുഹഫം മുത്തഹറ. സുഹഫ് എന്ന് പറഞ്ഞാൽ സഹീഫത്തിൻ്റെ ഭോജനം, ഏടുകൾ. സഹീഫത്ത്, സുഹഫ്, ഏടുകൾ. മുത്തഹറത്ത് എന്ന് പറഞ്ഞാൽ പരിശുദ്ധമാക്കപ്പെട്ട ഏടുകളെ യത്ലു, അദ്ദേഹം ഓതുന്നു. യത്ലു എന്ന് പറഞ്ഞാൽ തലാ യത്ലു, തിലാവത്ത്. ആർക്ക് ഓതണ്? യത്ലു എന്ന് പറഞ്ഞാൽ അദ്ദേഹം പാരായണം ചെയ്യുന്നു, ഓതുന്നു. യത്ലു എന്നുള്ളതിൻ്റെ പര്യായമാണ് യഖ്റഉ. എന്താ യഖ്റഉ പറഞ്ഞാൽ? ഓതുന്നു. യത്ലു ഖിറാഅത്ത്, തിലാവത്ത്. പക്ഷേ ഒന്നിലേറെ അക്ഷരങ്ങൾ പാരായണം ചെയ്യുമ്പോഴാണ് തിലാവത്ത് എന്ന് പറയാം. ഒരക്ഷരം പാരായണം ചെയ്യുന്നതിനും എന്ത് പറയും? ഖിറാഅത്ത് എന്ന് പറയും. ഖിറാഅത്തും തിലാവത്തും ഒരേ അർത്ഥത്തിൽ പറയും. പക്ഷേ ഖിറാഅത്തിൽ ഒരല്പം അർത്ഥവ്യാപ്തി കൂടുതലുണ്ട്. അതെന്താണ്? ഒരക്ഷരം പാരായണം ചെയ്യുന്നതിന് തിലാവത്ത് എന്ന് പറയില്ല. അതേസമയം ഒരക്ഷരം പാരായണം വായിക്കുന്നതിന് എന്ത് പറയും? ഖിറാഅത്ത് എന്ന് പറയും. യത്ലു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓതുന്നു. ആർക്ക് ഓതുന്നു? ആർക്ക് ഓതണേ? ജനങ്ങൾക്ക്, അല്ലേ? ജനങ്ങൾക്ക് ഓതുന്നു. ജനങ്ങൾക്ക് മാത്ര അല്ല, പിന്നെയോ സ്വന്തത്തിനും. അങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓതി. ആർക്ക് ഓതി? യത്ലു ലിനഫ്സിഹി, സ്വന്തത്തിനും, വലി ഗൈരി, മറ്റുള്ളവർക്കും. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഓത്തിൻ്റെ പ്രത്യേകത. തനിക്ക് ഓതുന്നു, മറ്റുള്ളവർക്ക് വേണ്ടിയും ഓതുന്നു. അതിനർത്ഥം നമ്മൾ നമുക്ക് വേണ്ടി ഓതണം, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടും ഓതണം. യത്ലു, തിരുനബി ഓതുന്നു. സുഹഫം മുത്തഹറ, പരിശുദ്ധമാക്കപ്പെട്ട ഏടുകൾ. ഫീഹ കുതുബുൻ ഖയ്യിമ. ഫീഹ, ഈ സുഹഫുകളിലുണ്ട്, ഏടുകളിലുണ്ട്. കുതുബുൻ എന്ന് പറഞ്ഞാൽ എന്താ? കുതുബ് എന്ന് പറഞ്ഞാൽ മക്തൂബാത്ത് എന്നർത്ഥം. എഴുതപ്പെട്ടവ എന്നാണ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അഹ്കാമാണ്. എന്താ അഹ്കാം എന്ന് പറഞ്ഞ അർത്ഥം? അഹ്കാം എന്ന് പറഞ്ഞാൽ വിധികൾ. അഹ്കാമുൻ മക്തൂബാത്ത്, അതാണ് കുതുബ് എന്ന് പറഞ്ഞാൽ. ഫീഹ, ഈ ഏടുകളിലുണ്ട്. കുതുബുൻ, എഴുതപ്പെട്ട മതവിധികൾ. ആ മതവിധികളുടെ പ്രത്യേകത ഖയ്യിമത്തുൻ. ഖയ്യിമത്തുൻ എന്ന് പറഞ്ഞാൽ എന്താ? ഖയ്യിമത്ത് എന്ന് പറഞ്ഞാൽ മുസ്തഖീമത്തുൻ ആദില എന്നാണ്. മുസ്തഖീമത്ത് എന്ന് പറഞ്ഞാൽ റുജുവായത്, ആദിലത്തുൻ നീതിപൂർവകമായത്. അപ്പോൾ നീതിപൂർവകവും റുജുവുമായ, സാധുവുമായ മതവിധികൾ എഴുതപ്പെട്ട മതവിധികൾ ഫീഹ എന്താ? ഈ ഏടുകളിലുണ്ട്, ഈ സുഹഫിൽ മുത്തഹറയിലുണ്ട്. ഖലാസ്. അപ്പോൾ യത്ലു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓതുന്നു, തനിക്ക് വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടി. സുഹഫൻ മുത്തഹറ, പരിശുദ്ധമാക്കപ്പെട്ട ഏടുകൾ. ഈ ഏടുകളുടെ പ്രത്യേകത, അത് വിശുദ്ധ ഖുർആനാണ്. അത് പരിശുദ്ധമാണ്. പൈശാചിക കൈകടത്തലുകളിൽ നിന്നോ അതേപോലെ തന്നെ അശുദ്ധമാക്കപ്പെടുന്നതിൽ നിന്നൊക്കെ പരിശുദ്ധമാക്കപ്പെട്ട ഏടുകളാണ് വിശുദ്ധ ഖുർആൻ. ഫീഹ, ആ ഏടുകളിലുള്ളത് എന്താണ്? കുതുബുൻ ഖയ്യിമ, ഋജുവായ, നീതിപൂർവകമായ മതവിധികൾ എഴുതപ്പെട്ടതാണ് അതിലുള്ളത്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വമാ തഫറഖല്ലദീന ഊതുൽ കിതാബ് ഇല്ലാ മിൻ ബഅദി മാ ജാഅത്ഹുമുൽ ബയ്യിന. വമാ തഫറഖല്ലദീന ഊതുൽ കിതാബ്. എന്താ വമാ തഫറഖ? വമാ തഫറഖ എന്ന് പറഞ്ഞാൽ ഭിന്നിച്ചിട്ടില്ല. തഫറഖ എന്ന് പറഞ്ഞാൽ ഭിന്നിച്ചു. മാ തഫറഖ, ഭിന്നിച്ചിട്ടില്ല. ആര്? അല്ലദീന ഊതുൽ കിതാബ്, വേദം നൽകപ്പെട്ടവർ, വേദപുസ്തകം നൽകപ്പെട്ടവർ ഭിന്നിച്ചിട്ടില്ല.
ഇല്ലാ മിൻ ബഅദി മാ ജാഅത്ഹുമുൽ ബയ്യിന. എന്താ അൽ ബയ്യിനത്ത് തങ്ങൾക്ക് വന്നതിന് ശേഷം അല്ലാതെ. ബയ്യിനത്ത് തങ്ങൾക്ക് വന്നതിന് ശേഷമല്ലാതെ വേദക്കാർ ഭിന്നിച്ചിട്ടില്ല. ഏതാ ഈ അൽ ബയ്യിനത്ത്? ഏതാ ബയ്യിനത്ത്? റസൂലു മിനല്ലാഹ്, റസൂലു മിനല്ലാഹ്. വ്യക്തമായ ദൃഷ്ടാന്തമായ റസൂൽ തങ്ങൾക്ക് വന്നതിന് ശേഷമല്ലാതെ, ഇല്ലാ മിൻ ബഅദി മാ ജാഅത്ഹും തങ്ങൾക്ക് വന്നതിന് ശേഷമല്ലാതെ, വമാ തഫറഖല്ലദീന ഊതുൽ കിതാബ് വേദപുസ്തകം നൽകപ്പെട്ടവർ ഭിന്നിച്ചിട്ടില്ല. അതെന്താ പറഞ്ഞത്? എന്തിനാ അവിടെ മുശ്രിക്കീങ്ങളെ ഒഴിവാക്കിയത്? ആദ്യം വേദക്കാരെ മുശ്രിക്കീങ്ങൾ ഒന്നിച്ചാ പറഞ്ഞത്. അപ്പോൾ മുശ്രിക്കീങ്ങൾ അവിടെ നിർത്തി. ഇപ്പം ആരെക്കുറിച്ചാണ് പറയുന്നത്? വേദക്കാരെ കുറിച്ചാണ് പറയുന്നത്. അതെന്താ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ രണ്ടു കൂട്ടരും കളവാക്കി. വേദക്കാരും കളവാക്കി, മുശ്രിക്കും കളവാക്കി. ആരുടെ കളവാക്കലാണ് കടുത്തത്? ആരുടേതാ കടുത്തത്? വേദക്കാരുടേതാണ്. എന്തുകൊണ്ട്? വേദക്കാർക്ക് നന്നായിട്ടറിയാം. മുശ്രിക്കീങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടില്ല ഒരിക്കലും. യാരിഫൂനഹു കമാ യാരിഫൂന അബ്നാഅഹും, മക്കൾ അറിയണ പോലെ അവർക്കറിയാം. പിന്നെ വേദക്കാരെ കുറിച്ച് പറഞ്ഞു. കാരണം എന്താ? വേദക്കാർ അവർക്ക് ഒരു നോക്ക് കണ്ടാൽ മതി, ഇത് സത്യപ്രവാചകൻ്റെ തങ്ങൾ പ്രതീക്ഷിക്കുന്ന പ്രവാചകനാണ് ഈ വന്നതെന്നുള്ള അവർക്കൊരു നോക്ക് കണ്ടാൽ മതി. അவ்விധം അവർക്ക് എന്താണ്? കാര്യം വ്യക്തമാണ്. അതെങ്ങനെ? ലക്ഷണം വായിക്കാനുള്ള കഴിവുകൊണ്ടല്ല. ലക്ഷണം നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു വിധമൊക്കെ കേവല ഭൗതികമായ നോട്ടത്തിൽ ചിലർക്കൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ അവർക്ക് എന്തുണ്ട്? വേദത്തിൻ്റെ പിന്തുണ ഉണ്ട്. വേദത്തിൻ്റെ പിന്തുണ ഉണ്ട്. അപ്പോൾ വേദപുസ്തകം വായിച്ചതിൻ്റെ പിന്തുണയുടെ അടിസ്ഥാനത്തിലാണ് അവർ നോക്കുന്നത്. മനസ്സിലായോ? അതുകൊണ്ട് തന്നെ അവർ കളവാക്കുമ്പോൾ അത് പ്രത്യേകം പരാമർശിക്കപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വേദക്കാരെ പ്രത്യേകം പരാമർശിച്ചത്. എന്തുകൊണ്ട് ഇവിടെ വേദക്കാരെ പ്രത്യേകം പരാമർശിച്ചു? വേദക്കാരുടെ കളവാക്കൽ കടുത്തതാണ്. കാരണം അവരെ അറിഞ്ഞിട്ട് വ്യക്തമായ ദർശനം അവർക്ക് വന്നെത്തിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? അവർ കളവാക്കിയത്. വമാ തഫറഖല്ലദീന ഊതുൽ കിതാബ് വേദപുസ്തകം നൽകപ്പെട്ടവർ ഭിന്നിച്ചിട്ടില്ല. ഇല്ലാ മിൻ ബഅദി മാ ജാഅത്ഹുമുൽ ബയ്യിന വ്യക്തമായ ദൃഷ്ടാന്തം തങ്ങൾക്ക് വന്നതിന് ശേഷമല്ലാതെ. വ്യക്തമായ ദൃഷ്ടാന്തം ഉള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് റസൂലും മിനല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നപ്പോൾ അവർ ഭിന്നിച്ചു. മദീനയിൽ ബനു നദീർ, ബനു ഖുറൈദ, ബനു ഖൈനുക 3 ജൂത ഗോത്രങ്ങളുണ്ട്. ആ 3 ജൂത ഗോത്രങ്ങളും വലിയ ടീമുകളാണ്. മദീനത്ത് വലിയ ടീമുകളാണ്. അവരൊക്കെ ഉറ്റുനോക്കുന്നത് എന്താണ്? ആഗതനാകാനിരിക്കുന്ന ഒരു പ്രവാചകനെയാണ്, വരാനിരിക്കുന്ന ഒരു പ്രവാചകനെയാണ് അവർ ഉറ്റുനോക്കുന്നത്. ആ പ്രവാചകൻ്റെ ലക്ഷണമൊക്കെ അവർ വായിച്ചിരിക്കുകയാണ്. പക്ഷേ പ്രവാചകൻ വന്നപ്പോൾ എന്ത് ചെയ്ത്? ആ പ്രവാചകൻ്റെ വിഷയത്തിൽ അവർ ഭിന്നിച്ച് ഒരു വിഭാഗം പ്രവാചകനെ കൂട്ടാക്കി, മറ്റൊരു വിഭാഗം അഹങ്കരിച്ചു, പ്രവാചകനോട് അസൂയ കാണിച്ചു. എന്ത് ചെയ്തു? വേദക്കാർ ഭിന്നിച്ചു പ്രവാചകനെ ഉൾക്കൊള്ളുന്ന വിഷയത്തിൽ. അബ്ദുല്ലാഹി ഇബ്നു സല്ലാം വന്നു, ഇസ്ലാം സ്വീകരിച്ചു. റസൂലുള്ളാഹിനെ കണ്ട മാത്രയിൽ അദ്ദേഹം സത്യപ്പെടുത്തി ഇസ്ലാം സ്വീകരിച്ചു. അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലിരിക്കുമ്പോഴാണ് ജൂതന്മാർ വേറെ ടീം വരുന്നത്. അപ്പോൾ റസൂലുള്ളാഹിനോട് അബ്ദുല്ലാഹി ഇബ്നു സല്ലാം പറയുന്നത്, റസൂൽ എപ്പോൾ ജൂതന്മാരുടെ നിറം കാണിച്ചു തരാം, പിന്നെ ഞാൻ മാറി നിൽക്കും അവർ കാണാതെ. അപ്പോൾ എന്നെക്കുറിച്ച് അവരോട് ചോദിക്കാൻ പറയണം. അബ്ദുല്ലാഹി ഇബ്നു സല്ലാം വിളിച്ചു മാറിയെന്ന് അവർ കാണാതെ. അപ്പോൾ റസൂൽ ചോദിച്ചു, നിങ്ങൾ അബ്ദുല്ലാഹി ഇബ്നു സല്ലാമിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അപ്പോൾ സയ്യിദുന, ഞങ്ങളുടെ നേതാവാണ്, ക്യാപ്റ്റനാണ്, ഞങ്ങൾ അംഗീകരിക്കുന്ന ആളാണ്, അങ്ങനെ വിടായി അറിഞ്ഞ്. അപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു സല്ലാം വന്നിട്ട് പറഞ്ഞ്, അല്ല സയ്യിദുന എന്നല്ല, ഖൈറുന വബ്നു ഖൈരിന, ഞങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠനാണ്, നല്ല ശ്രേഷ്ഠരുടെ ഒരു കുടുംബത്തിൽ പിറന്ന ആളാണ് എന്നൊക്കെ അബ്ദുല്ലാഹി ഇബ്നു സല്ലാമിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചാൽ അപ്പോൾ അവരെ നിഷേധിച്ച്. അപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു സല്ലാം മറയിൽ നിന്ന് പുറത്ത് വന്നിട്ട് പറഞ്ഞു, ഞാൻ ഇസ്ലാം സ്വീകരിച്ചിരിക്കുന്നു, സത്യപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ഷൊറുന വബ്നു ഷെറിന, ഞങ്ങൾ ഏറ്റവും വടക്കാണ്, വളരെ മോശക്കാരനാണ് എന്നിട്ട് അവിടെ വെച്ച് അവരുടെ നയം മാറ്റി, നിലപാട് മാറ്റി. കണ്ടോ? അബ്ദുല്ലാഹി ഇബ്നു സല്ലാം യഹൂദനാണ്, അവരും ജൂതനാണ്. വ്യക്തമായ ബയ്യനത്ത് തങ്ങൾക്ക് വന്നതിന് ശേഷമല്ലാതെ വേദക്കാർ ഭിന്നിച്ചിട്ടില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അത് അവരുടെ ആ സത്യനിഷേധത്തിൻ്റെ ആഴം മനസ്സിലാക്കാനും
അതിൻ്റെ ആ ഗൗരവം മനസ്സിലാക്കാനാണ് ഇവിടെ ഇത് പ്രത്യേകം അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറഞ്ഞു. വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ ഹുനഫ വയുഖീമുസ് സ്വലാത്ത വയുഅ്തുസ് സകാ വദാലിക ദീനുൽ ഖയ്യിമ. വമാ ഉമിറു വമാ ഉമിറു അവർ കൽപ്പിക്കപ്പെട്ടിട്ടില്ല. അവർ കൽപ്പിക്കപ്പെട്ടെന്ന് പറഞ്ഞാൽ അവർ ആരാ? അവരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇല്ല അക്രബ് മദ്കൂർ വേദക്കാരല്ലേ, വേദക്കാരിലേക്കാണ്. വേദക്കാർ അവർ കൽപ്പിക്കപ്പെട്ടിട്ടില്ല. ഇല്ലാ ലിയഅ്ബുദുല്ലാഹ് അവർ അള്ളാഹുവിനെ ആരാധിക്കുവാൻ വേണ്ടിയല്ലാതെ. ഇല്ലാ ലിയഅ്ബുദുല്ലാഹ് അള്ളാഹുവിനെ അവർ ആരാധിക്കുവാൻ വേണ്ടിയല്ലാതെ. എങ്ങനെ? മുഖ്ലിസീൻ ലഹുദ്ദീൻ ദീനിനെ അള്ളാഹുവിന് നിഷ്കളങ്കരാക്കിക്കൊണ്ട്. മുഖ്ലിസീൻ എന്ന് പറഞ്ഞാൽ എന്താ? കാപട്യമില്ലാതെ കളങ്കമില്ലാതെ അള്ളാഹ്ക്ക് ഇബാദത്ത് എടുക്കുക എന്നുള്ളതാണ് മുഖ്ലിസീൻ. ആത്മാർത്ഥതയുള്ളവർ, നിഷ്കളങ്കർ, നിഷ്കപടർ, അതൊക്കെയാണ് മുഖ്ലിസീൻ. കലർപ്പില്ലാത്ത രീതിയിൽ ആരാധിക്കുന്നവർ. ദീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ദീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വണക്കമാണ്, പ്രാർത്ഥനയാണ്, ദുആയാണ്. അപ്പോൾ മുഖ്ലിസീൻ ലഹുദ്ദീൻ എന്ന് പറഞ്ഞാൽ ദുആ അള്ളാഹുവിന് മാത്രമാക്കി, അല്ലെങ്കിൽ വണക്കം അത് അള്ളാഹുവിനെ മാത്രമാക്കുന്നവരായി അള്ളാഹുവിനെ ഇബാദത്ത് എടുക്കുവാനല്ലാതെ അവർ കൽപ്പിക്കപ്പെട്ടിട്ടില്ല. വമാ ഉമിറു അവർ കൽപ്പിക്കപ്പെട്ടിട്ടില്ല ഇല്ലാ ലിയഅ്ബുദുല്ലാഹ് അള്ളാഹുവിനെ ഇബാദത്ത് എടുക്കുവാനല്ലാതെ. എങ്ങനെ? മുഖ്ലിസീന ലഹുദ്ദീൻ ദുആ പ്രാർത്ഥന അള്ളാഹുവിന് മാത്രമാക്കുന്നവരായി, കളങ്കമില്ലാത്തവരായി. മാത്രമല്ല ഹുനഫ എന്ന് പറഞ്ഞാൽ ഹുനഫ എന്ന് പറഞ്ഞാൽ ഹനീഫ് എന്നുള്ളതിനാണ്. ഹനീഫ് എന്നുള്ളതിൻ്റെ ബഹുവചനാണ് ഹുനഫ. ഹനീഫ് എന്ന് പറഞ്ഞാൽ മായിൽ എന്നർത്ഥം. മായിൽ എന്ന് പറഞ്ഞാൽ തെറ്റിയവൻ എന്നാണ്, ചാഞ്ഞവൻ, തെറ്റിയവൻ. ഹനീഫ്. ഹുനഫ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബഹുവചനം തെറ്റിയവർ എന്നാണ് അർത്ഥം. ചാഞ്ഞവർ, തെറ്റിയവർ എന്നർത്ഥം. ഇമാം അൽ ഹാഫിദ് ഇബ്നു കസീർ റഹിമഹുല്ല പറഞ്ഞത് ഹുനഫ എന്ന് പറഞ്ഞാൽ ഷിർക്കിൽ നിന്ന് തൗഹീദിലേക്ക് മാറി വന്നതിന് ശേഷം, തെറ്റിയതിന് ശേഷം, അല്ലെങ്കിൽ തെറ്റിയവരായ നിലക്ക്. കുഫറുണ്ട്, ഇസ്ലാമുണ്ട് അല്ലേ, തൗഹീദുണ്ട്, അതിന് ഷിർക്കുണ്ട്, അതിൻ്റെ അപ്പുറം എന്താ? അതിന് വിപരീതമായിട്ട് തൗഹീദുണ്ട്. കുഫറിൽ നിന്നും ഷിർക്കിൽ നിന്നും തെറ്റണം. എവിടേക്ക് തെറ്റണം? ഇസ്ലാമിലേക്കും തൗഹീദിലേക്കും തെറ്റണം. അപ്പോൾ അതാണ് ഹുനഫ എന്ന് പറഞ്ഞാൽ. കുഫറിൽ നിന്നും ഷിർക്കിൽ നിന്നും മാറി ഇസ്ലാമിൽ തൗഹീദിൽ അടിയുറച്ചവരായി, പ്രാർത്ഥന അള്ളാഹുവിന് മാത്രമാക്കിയവരായി, അള്ളാഹുവിനെ ആരാധിക്കുവാനല്ലാതെ അവർ കൽപ്പിക്കപ്പെട്ടിട്ടില്ല. ഹുനഫ എന്നുള്ളത് ഹനീഫിൻ്റെ ബഹുവചനാണ്. ഹനീഫിയത്ത് എന്ന് കേട്ടിട്ടുണ്ടോ? എന്താ ഹനീഫിയത്ത്? എവിടെ ഹനീഫിയത്ത് കേട്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ബുഇസ്തു ബിൽ ഹനീഫിയത്തി സംഹ എന്നാണ്. ബുഇസ്തു ഞാൻ നബിയായി നിയോഗിക്കപ്പെട്ടു, ബിൽ ഹനീഫിയത്തി സംഹ എന്നാണ്. ഹനീഫിയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മില്ലത്ത്, ആദർശം, ഹനീഫിയത്ത്. ആ ആദർശത്തിൻ്റെ പ്രത്യേകത അതിൽ കുഫറിനും ഷിർക്കിനും സ്ഥാനമല്ല. അതിനെന്തിനേ സ്ഥാനമുള്ളൂ? ഇസ്ലാമിനും തൗഹീദിനെ സ്ഥാനമുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ നബിയായി വരുന്നതിൻ്റെ മുമ്പ് ഏകദൈവ വിശ്വാസികൾ ഇവിടെ ഉണ്ടായിരുന്നു. ഏകദൈവ വിശ്വാസികൾ ഈ അറേബ്യൻ ഉപദ്വീപിലുണ്ടായിരുന്നു. ഏകദൈവ വിശ്വാസികൾ. ആ ആളുകൾക്ക് പേര് ഹുനഫ എന്നായിരുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബിയായി നിയോഗിക്കപ്പെട്ട് എത്രാമത്തെ വയസ്സിൽ? 40-ാമത്തെ വയസ്സിൽ നബിയായി നിയോഗിക്കപ്പെട്ട്. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇടയിൽ വേറെ പ്രവാചകന്മാർ വന്നിട്ടില്ല. പക്ഷേ അറേബ്യൻ ഉപദ്വീപിൽ
ഒരു പ്രവാചകൻ്റെ സാന്നിധ്യം ഉണ്ടായിട്ടില്ലെങ്കിലും, പ്രവാചകൻ്റെ സാന്നിധ്യം ഈസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും കാലഘട്ടത്തിനിടയിൽ ഉണ്ടായിട്ടില്ലെങ്കിലും ഏകദൈവ വിശ്വാസികളുണ്ടായിരുന്നു. അവരുടെ പേരാണെന്ത്? ഹുനഫാക്കൾ എന്നാണ് അവർക്ക് പറയാം. അവർ വിഗ്രഹാരാധനയ്ക്കെതിരായിരുന്നു. വിഗ്രഹാരാധന അവർ സമ്മതിച്ചിരുന്നില്ല. ബൗദ്ധ വിശ്വാസം അവർ കൊണ്ടുനടന്നിട്ടില്ല. ചിലരൊക്കെ മക്കയുടെ ഭൗതിക സാഹചര്യം അത് തീർത്തും ബൗദ്ധ വിശ്വാസത്തിൻ്റെ സാഹചര്യമാക്കി മാറ്റപ്പെട്ടപ്പോൾ അവർ സത്യം അന്വേഷിച്ചിട്ട് പലായനം ചെയ്തിട്ടുണ്ട്. മനസ്സിലായില്ലേ? സിറിയയിലേക്ക് പോയവരുണ്ട്, ഫലസ്തീനിലേക്ക് പോയവരുണ്ട്. അങ്ങനെ ചിലരൊക്കെ ക്രിസ്തുമതം സ്വീകരിച്ചിട്ടുണ്ട്. മക്കയിലെ ക്രിസ്തുമതം സ്വീകരിച്ചവരുണ്ടായിട്ടുണ്ട്. കാരണം എന്താ? അവരൊന്നും ഈ ബൗദ്ധ വിശ്വാസത്തെ കൂട്ടാക്കിയില്ല. ചിലരൊക്കെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മില്ലത്ത് തേടി അലഞ്ഞിട്ടുണ്ട്, എവിടെയാണുള്ളത്. അപ്പോൾ ആ മില്ലത്തിനൊത്ത് അവർ കണ്ടത് ക്രിസ്തുമതത്തെയാണ്. ക്രിസ്തുമതം എന്ന് പറഞ്ഞാൽ ക്രിസ്തുമതത്തെ സഭ കേടുവരുത്തുന്നതിന് മുമ്പ് അല്ലെങ്കിൽ കേടുവരുത്തിയിട്ട് അതിന് കൂട്ടാക്കാത്ത വിശ്വാസികൾ ഇവിടെ ഉണ്ടായിരുന്നു. ആ വിശ്വാസികളിൽ നിന്ന് ഋജുമാർഗം പുൽകി ഞങ്ങൾ ഇബ്രാഹിം നബിയുടെ മില്ലത്തിലാണ് എന്ന് പറഞ്ഞിരുന്ന ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു. ഏകദൈവ വിശ്വാസികളുണ്ടായിരുന്നു. അവരുടെ പേരാണ് ഹുനഫ എന്ന്. നമ്മൾ ഇപ്പോൾ സഈദ് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു, സഈദ് ബിൻ സെയ്ദ് എന്ന് പറഞ്ഞാൽ സ്വർഗ്ഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട 10 സഹാബികളിൽ ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ വാപ്പ പിന്നെ സെയ്ദ് ബിൻ നുഫൈൽ എന്ന് പറയും. ഈ സെയ്ദ് ബിൻ നുഫൈൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്നതിന് മുമ്പ് മരിച്ച ആളാണ്. നബി വരുന്നതിന് മുമ്പ് മരിച്ച ആളാണ്. പക്ഷെ അദ്ദേഹം പിന്നെ സ്വർഗത്തിലാണ് ഇന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ വറഖത്ത് ബിൻ നൗഫൽ അദ്ദേഹം ക്രിസ്തുമതം സ്വീകരിച്ചിരുന്നു. ക്രിസ്തുമതം സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ ഈ കുരിശ് വരയ്ക്കണ ക്രിസ്തുമതമല്ല, പിന്നെയോ യഥാർത്ഥ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം പഠിപ്പിച്ച ആദർശം സ്വീകരിച്ച ആളായിരുന്നു വറഖത്ത് ബിൻ നൗഫൽ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങൾ വറക്കയെ മോശം പറയരുത്, അദ്ദേഹത്തിൽ ഞാൻ 2 തോട്ടം കണ്ടു എന്നൊക്കെ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തെ പിന്നെ സ്വപ്നവും കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു അനുഗ്രഹീതമായ കാഴ്ച. ഏതായാലും പിന്നെ ഈ വറക്ക ഇവരൊക്കെ ആരാണ്? ഹുനഫാക്കളിൽപ്പെട്ട ആളാണ്. ഹുനഫ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മില്ലത്ത് തേടി, മനസ്സിലായി, ഷിർക്കിൽ നിന്ന് അകന്നു കഴിഞ്ഞ ആളുകൾ. മനസ്സിലായി? അവരിൽ ചിലരെന്തുണ്ട്? ക്രിസ്തു മതത്തിൽ എത്തിപ്പെട്ടിട്ടുണ്ട്. അവർ അടിസ്ഥാനം എന്താണ്? ബൗദ്ധവിശ്വാസം. ബൗദ്ധവിശ്വാസികൾക്ക് ഈ അറേബ്യൻ ഉപദ്വീപിലായിരുന്നു അവരുണ്ടായിരുന്നത്. മനസ്സിലായോ? അതേസമയം പിന്നെ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ശിഷ്യഗണങ്ങളിലൂടെ പിന്നെ വന്നവരെ സംബന്ധിച്ചിടത്തോളം അവർ ഹുനഫാക്കൾ എന്നറിയപ്പെട്ടിട്ടില്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മില്ലത്തിൽ നിലയുറപ്പിച്ചവരാണ് ഹുനഫാക്കൾ. കുറേ ആളുകളെക്കുറിച്ച് അങ്ങനെ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഖുസ് ബിൻ സാഇദ് അൽ ഇയാദി, അങ്ങനെ കുറേ ആളുകൾ. തയ്യിബ്. ഏതായാലും ഇവിടെ വമാ ഉമിറു, അവർ കൽപ്പിക്കപ്പെട്ടിട്ടില്ല ഇല്ലാ ലിയഅ്ബുദുല്ലാഹ, അള്ളാഹുവിനെ അവർ ആരാധിക്കുവാൻ വേണ്ടിയല്ലാതെ. എങ്ങനെ? മുഖ്ലിസീന ലഹുദ്ദീൻ, ദുആ അള്ളാഹുവിനെ മാത്രമാക്കുന്നവരായി. ഹുനഫാ, ഷിർക്കിൽ നിന്നും കുഫറിൽ നിന്നും തെറ്റി ഇസ്ലാമിലും തൗഹീദിലും നിലയുറപ്പിച്ചവരായി. പിന്നെയോ വയുഖീമുസ്സല, എന്താ യുഖീമുസ്സല? നമസ്കാരത്തെ അവർ നിലനിർത്തണം, യഥാവിധം നിലനിർത്തണം. വയുഖീമുസ്സല, നമസ്കാരം യഥാവിധം നിലനിർത്തുകയും, വയുഉതു, അവർ നൽകുകയും ചെയ്യണം. എന്ത്? സക്കാത്തിന്. അപ്പോൾ സക്കാത്ത് നൽകുവാനും നമസ്കാരം യഥാവിധം നിർവഹിക്കുവാനും, അതേപോലെ തന്നെ മുഖ്ലിസീൻ ലഹുദ്ദീൻ ഹുനഫ, ഇങ്ങനെ അള്ളാഹ്ക്ക് മാത്രം ഇബാദത്ത് എടുക്കുവാനും അല്ലാതെ വമാ ഉമിറു, അവർ കൽപ്പിക്കപ്പെട്ടിട്ടില്ല. വദാലിക ദീനുൽ ഖയ്യിമ, വദാലിക്, അത്, ഏത്? വദാലിക്, അത്, ദീനുൽ ഖയ്യിമ. എന്താ ദീനുൽ ഖയ്യിമ എന്നാണ്? ദീനുൽ ഖയ്യിമ എന്ന് പറഞ്ഞാൽ ദീനുൽ മില്ലത്തിൽ ഖയ്യിമ എന്നാണ്. മില്ലത്ത് എന്നാ ആദർശം, പ്രസ്ഥാനം. ഖയ്യിമത്ത് എന്ന് പറഞ്ഞാൽ നേരായ, ഋജുവായ, അതേപോലെ നീതിപൂർവകമായ.
അപ്പോൾ ഋജുവും നീതിപൂർവകവുമായ മില്ലത്തിൻ്റെ ദീനാകുന്നു അത്. ദീനുൽ ഖയ്യിമ എന്ന് പറഞ്ഞാൽ ദീനുൽ മില്ലത്തിൽ ഖയ്യിമ. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ദീനുൽ മില്ലത്തുൽ ഖയ്യിമ, അതേപോലെ ദീനുൽ ഉമ്മത്തിൽ മുഅ്തദില അൽ മുസ്തഖീമ, നേരായ സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ നേരായ മില്ലത്തിൻ്റെ ദീനാകുന്നു അത്. അത് എന്ന് പറഞ്ഞാൽ ഏത്? അള്ളാഹ്ക്ക് മാത്രം ഇപ്പറഞ്ഞ രീതിയിൽ ഇബാദത്ത് എടുക്കുക, നമസ്കാരം അത് ഇഖാമത്ത് ചെയ്യുക, നിസ്കാരം ഇഖാമത്ത് ചെയ്യുക, സക്കാത്ത് നൽകുക, സക്കാത്ത് നൽകുക. അവിടെ നോക്കി നിങ്ങൾ, നിസ്കാരം ഇഖാമത്ത് അള്ളാഹ്ക്ക് ഇബാദത്ത് എടുക്കണം എന്നാണ്. എങ്ങനെ ഇബാദത്ത് എടുക്കേണ്ടത്? പ്രാർത്ഥന അള്ളാഹ്ക്ക് മാത്രമാക്കിയിട്ട് ഇബാദത്ത് എടുക്കണം. അപ്പോൾ എങ്ങനെയായിരിക്കണം? അവർ ശിർക്കും കുഫ്റും ഉണ്ടാകാൻ പാടില്ല. പിന്നെയോ ഇസ്ലാമും തൗഹീദായിരിക്കണം ഉണ്ടാകേണ്ടത്. നിസ്കാരത്തെ എങ്ങനെയാണ് ഇഖാമത്ത് ചെയ്യുക? എങ്ങനെ നിസ്കാരത്തെ ഇഖാമത്ത് ചെയ്യുക? ചിലരൊക്കെ ഇപ്പോൾ ക്ലാസ്സിലൊക്കെ മയങ്ങിയിരിക്കുന്നുണ്ട്. അങ്ങനെ മയങ്ങി നിസ്കരിക്കാൻ പറ്റുമോ? ചിലർക്ക് ക്ലാസ്സിലിരിക്കുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. അതേപോലെ നിസ്കരിക്കാൻ പറ്റുമോ? അപ്പോൾ നിസ്കാരത്തെ ഇഖാമത്ത് ചെയ്യലല്ല. എങ്ങനെ നിസ്കാരത്തെ ഇഖാമത്ത് ചെയ്യുക? ഇവിടെ വയുഖീമുസ്സല എന്ന് പറയുന്നതിന് പകരം വയുസല്ലു എന്ന് പറഞ്ഞാൽ പോരെ? വയുസല്ലു നമസ്കരിക്കുവാനും, പക്ഷെ നിസ്കരിക്കുവാനും എന്നല്ല അള്ളാഹ് പറഞ്ഞത്. പിന്നെ വയുഖീമുസ്സല നമസ്കാരത്തെ അവർ ഇഖാമത്ത് ചെയ്യണമെന്നാണ് പറഞ്ഞത്. എന്താ ഇഖാമത്ത്? ആ നിസ്കാരം യഥാവിധാക്കണം, നേരെ ചൊവ്വയാക്കണം എന്നാണ്. നിസ്കാരം നേരെ ചൊവ്വ. ഇപ്പോൾ റസൂലുള്ളാഹി നമ്മളോട് പറഞ്ഞിട്ട് സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ നിസ്കരിക്കുന്നത് പോലെ നിങ്ങൾ നിസ്കരിച്ചോളി എന്ന് പറഞ്ഞു. സല്ലു എന്ന് പറഞ്ഞാൽ തന്നെ എന്താ? നിങ്ങൾ നിസ്കരിച്ചോളി എന്നാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് അഖീമിസ്സല, നിസ്കാരം ഇഖാമത്ത് ചെയ്യ്, അഖീമുസ്സല യുഖീമുസ്സല, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ എന്തിനായി? എന്താ ഇപ്പോൾ ഈ ഇഖാമത്ത് കൊണ്ടുള്ള ഉദ്ദേശം? യുഖീമു എന്ന് പറഞ്ഞ ഉദ്ദേശം, യുഖീമു എന്ന് പറഞ്ഞ ഉദ്ദേശം നമ്മൾ ഇപ്പോൾ ഈ വൈകുന്നേരമായിട്ട് നിസ്കരിക്കാൻ പാടില്ല അല്ലേ? ഇങ്ങനെ കപടവിശ്വാസികളുടെ നിസ്കാരമാണത്. വൈദാ ഖാമു ഇല സലാത്തി ഖാമു കുസാല, നിസ്കരിക്കാൻ നിന്നുണ്ടെങ്കിൽ ഇതൊന്ന് തീർന്നു കിട്ടിയെങ്കിൽ എന്തൊരു ലോങ്ങാണ്, ഇങ്ങനെയൊക്കെ അലസത, മടി, വിരസത, ഇതൊക്കെ നിസ്കാരത്തിൽ അത് പാടില്ല. നിസ്കാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിസ്കാരത്തിന് ഷർത്തുകളുണ്ട്, ആ ഷർത്തുകൾ പാലിക്കണം. അതേപോലെ നിസ്കാരം എന്ന് പറഞ്ഞാൽ അത് തോന്നിയ രീതിയിലാകാൻ പാടില്ല. നിസ്കാരത്തിന് അതിൻ്റേതായ റുക്കുനുകളുണ്ട്, അവിഭാജ്യ ഘടകങ്ങൾ. അതേപോലെ നിസ്കാരത്തിൻ്റെ വാജിബുകളുണ്ട്. അതേപോലെ നിസ്കാരത്തിൽ അതിൻ്റെ പൂർണ്ണതയിലേക്ക് തെളിക്കുന്ന സുന്നത്തുകളുണ്ട്. അത് വാചികമായ സുന്നത്തുകളുണ്ട്, പ്രാവർത്തികമായ സുന്നത്തുകളുണ്ട്. ഇതൊക്കെ ഒപ്പിച്ചിട്ടുള്ള നിസ്കാരമാണ്. അതിനാണ് എന്ത് പറയുക? ഇഖാമത്ത് സല എന്ന് പറയാം. ജമാഅത്തായിട്ട് നിസ്കരിക്കേണ്ട ഒരു ജമാഅത്തായിട്ട് തന്നെ നിസ്കരിക്കലാണ് എന്ത്? ഇഖാമത്ത് സല. അതാണ് വയുഖീമുസ്സല എന്ന് പറഞ്ഞത്. വയുതു സകാത്ത് നൽകുക. വദാലിക ദീനുൽ ഖയ്യിമ, ഷിർക്കില്ലാതെ അള്ളാഹുവിനെ ആരാധിക്കുക, നിസ്കാരം യഥാവിധം നിർവഹിക്കുക, സകാത്ത് നൽകുക. ഇതൊക്കെയാണ് എന്ത്? നേരായ മില്ലത്തിൻ്റെ ദീൻ. നേരായ മില്ലത്തിൻ്റെ ദീൻ, അവക്രമായ മില്ലത്തിൻ്റെ ആദർശത്തിൻ്റെ ദീൻ അതാകുന്നു എന്നാണ് പറയുന്നത്. ഇത് ആരോട് കൽപ്പിക്കപ്പെട്ടതാ? വേദക്കാരോട് കൽപ്പിക്കപ്പെട്ടതാ. അപ്പോൾ ഈ വിഷയത്തിൽ മതതാരതമ്യമാകാം അല്ലേ? ഈ വിഷയത്തിൽ എന്താകാം? മതങ്ങളെ താരതമ്യം ചെയ്യാം. കാരണം എന്താ? മതങ്ങളുടെയൊക്കെ അസിലെന്താണ്? അടിസ്ഥാനം ഒന്നാണ്. അപ്പോൾ ഏകദൈവ വിശ്വാസം, അതേപോലെ തന്നെ നമസ്കാരം യഥാവിധാക്കൽ, സക്കാത്ത് കൊടുക്കൽ, ആ വിഷയത്തിലൊക്കെ എന്താ? മതങ്ങളുടെ അസിലുകൾ ഒന്നാണ്. മതങ്ങളുടെ അസിലുകൾ ഒന്നാണ്. അപ്പോൾ ആ നിലക്ക് നമുക്ക് പറയാം മതങ്ങളുടെയൊക്കെ അസിലുകൾ ഒന്നാണ്. അതുകൊണ്ട് എല്ലാവരും എന്ത് ചെയ്യണം? ഏകദൈവ വിശ്വാസികളാകണം. എല്ലാവരും നിസ്കാരം യഥാവിധാക്കണം. എല്ലാവരും ദാനധർമ്മം നിർവഹിക്കണം എന്ന് പറയാം. കാരണം എന്താണ്? മതത്തിൻ്റെയൊക്കെ എല്ലാ മതങ്ങളുടെയും അസിൽ ഒന്നാണ്. അതേസമയം പിന്നെ മതവിശ്വാസികൾക്ക് വേറെ വേറെ ചടങ്ങുകളുണ്ട് അല്ലേ? ഓരോരുത്തരും തങ്ങളുടെ വക ഉണ്ടാക്കിയ ചടങ്ങുകളുണ്ട്. ആ ചടങ്ങുകളിൽ താരതമ്യം പറ്റുമോ? കൊടുക്കൽ വാങ്ങൽ പറ്റുമോ? ഇല്ല. അത് പാടുള്ളതല്ല. മതങ്ങളുടെയൊക്കെ അസിലുകൾ ഒന്നാണ്.
അതാണ് ഇവിടെ പറഞ്ഞത്. അവരോട് കൽപ്പിക്കപ്പെട്ടത് ഇതാണെന്ന് പറഞ്ഞിട്ട് നമ്മളോട് കൽപ്പിക്കപ്പെട്ടത് തന്നെയാണ് ഇവിടെ എണ്ണണത് അല്ലേ. നസാറാക്കൾ മദീനയിൽ ഉണ്ടായിട്ടില്ല, അറേബ്യൻ ഉപദ്വീപിൻ്റെ പല ഭാഗങ്ങളിലുണ്ടായിരുന്നു. മനസ്സിലായില്ലേ? പിന്നെ നജ്റാനിൽ, യമനിൽ ഇവിടെയൊക്കെ പിന്നെ നസാറാക്കൾ ശക്തരായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പിന്നെ ക്രൈസ്തവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വരികയും മദീനയിൽ താമസിക്കുകയും ഒക്കെ ചെയ്ത സംഭവങ്ങൾ നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നുണ്ട്. ജൂതന്മാരുള്ളടത്ത് ശരിക്കും അവർ പിന്നെ സമ്മതിക്കൂല ശരിക്കും മറ്റോലെ. അവർ മദീനയിൽ പിന്നെ വന്ന് പാർത്തതിന് ശേഷം ഈ പിന്നെ സബ പിന്നെ ഇവിടെ യമനിലെ അണക്കെട്ടുണ്ടല്ലോ, അത് തകർന്നതിൻ്റെ മുമ്പായിട്ട് ഈ അവിടെയുള്ള കഹ്താനികൾ കയറി വടക്ക് ഭാഗത്തേക്ക് വന്നിട്ട് അവരാണ് എന്ത് ചെയ്യുന്നത്, പിന്നെ ഔസ് ഖസ്റജ് ഗോത്രക്കായിട്ട് മദീനയിൽ പാർക്കണത്. ആ ചരിത്രം തന്നെ വായിച്ചിട്ടുണ്ടെങ്കിൽ ആ ജൂതരുടെ ഇടയിൽ ഒരു വളരെ സാഹസപ്പെട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, അവർ പാർത്തിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെയാണോ ഓതിയത് തനിക്ക് മറ്റുള്ളവർക്ക് ആ രീതിയിലാണ് ഓതേണ്ടത്. അല്ലാതെ പിന്നെ നിങ്ങളിത് മന്ത്രിച്ചൂതിനെ കുറിച്ചാ മരിച്ചവർക്ക് ഖുർആൻ ഓതിയിട്ട് ഹദ്യ ചെയ്യുക എന്നുള്ളതിന് പ്രൂഫില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെ ഓതിയോ ആ രീതിയിലാണ് ഓതേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തനിക്ക് ഓതി മറ്റുള്ളവർക്ക് ഓതി. അത് പിന്നെ ഈ ആ ഓതുക എന്നുള്ളതുണ്ടല്ലോ എന്തെങ്കിലും ഒരു പിന്നെ കർമ്മശാസ്ത്ര മസല പറയാനുള്ള ഓത്തല്ല അത്. പിന്നെ അത് ദഅവത്തിൻ്റെ ഓത്താണ്, അത് ഇസ്ലാം പ്രചരിപ്പിക്കാനുള്ള ഓത്താണ് അവിടെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഖുർആൻ ഓതുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓതുക അത്. അതേപോലെ തന്നെ ഇനിയിപ്പോൾ അവിടെ അത് നേരിട്ട് അതിൻ്റെ ഉദ്ദേശം അതല്ലെങ്കിൽ ഇപ്പോൾ ഒരാൾ രോഗിയാണ്, അയാൾ ഖുർആൻ ഓതി അല്ലേ. പിന്നെ അതേപോലെ തന്നെ ഒരാൾക്ക് റുഖിയ നടത്താൻ വേണ്ടിയിട്ട് ഖുർആൻ ഓതി, അങ്ങനെ ഓതണതിൽ ഇസ്ലാമിൽ അത് തെറ്റല്ല. പിന്നെ ഓരോരുത്തരും എന്താണ് വേണ്ടത്, സ്വയം നിർവഹിക്കുകയാണ് വേണ്ടത്. ഖുർആൻ ഓതിയിട്ട് സ്വയം നിർവഹിക്കുകയാണ് വേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെയാണ് പഠിപ്പിച്ചിട്ടുള്ളത്. വേദനയുള്ള ഭാഗത്ത് കൈവച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ബിസ്മില്ലാ ചെല്ലാൻ പറഞ്ഞു ഉസ്മാൻ ബിൻ അബിൽ ആസിനോട്. മനസ്സിലായി? ഔദു ബി ഖുദ്റത്തില്ല എന്നുള്ള ആ ദിക്ർ ചെല്ലാൻ വേണ്ടി ഉസ്മാൻ അദ്ദേഹത്തോട് പറയുകയാണ് ചെയ്തത്. അതേപോലെ തന്നെ പിന്നെ ഇനി ഒരാൾക്കതിന് കഴിയില്ല, അറിയില്ല, അങ്ങനത്തെ ഒക്കെ അവസ്ഥയിലാണെങ്കിൽ മറ്റൊരാൾക്ക് നിർവഹിക്കുന്നതിനൊട്ട് പ്രശ്നമല്ല. മരിച്ചവർക്ക് വേണ്ടിയിട്ട് ഖുർആൻ ഓതിയിട്ട് ഇങ്ങനെ ഹദിയ ചെയ്യുക എന്നുള്ള രീതി സുന്നത്തിൽ വന്നിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ എന്ത് ചെയ്തില്ല, പഠിപ്പിച്ചിട്ടില്ല. മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെ പിന്നെ യാസീൻ ഓതി അല്ലെങ്കിൽ സൂറത്തുൽ ബഖറ ഓതി അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റൊരു സൂറത്ത് ഓതിയിട്ട് ഇത് മരിച്ച ഇന്ന ആളുടെ ഖബറിലേക്ക് അങ്ങനെ ഒരു രീതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് ആ രീതി ഒഴിവാക്കുകയാണ് വേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഹക്ക് ഹക്കായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിൻ്റെ ആളുകളിൽ നിന്നും വിട്ടു നിൽക്കാനും അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും.